الحمد لله الحمد لله الذي بعث نبيه رحمة للعالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ومولانا محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا. اللهم يا واجب الوجود ويا واهب الخير والجود ويا غاية كل مقصود أفض علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله وأفوض أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله مولانا العلي العظيم. وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم لا يؤمن أحدكم حتى يكون هواه تبعا لما جئت به. صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم. شبيهك بدر الليل بلغ نوره ووجهك من نور الملاحات يزهر فما ولدت حواء من نسل آدم ولا في جنان الخلد مثلك آخر. സമാദരണനും ബഹുമാന്യനുമായ എനിക്ക് തൊട്ടു മുമ്പ് വളരെ അർത്ഥഗാംഭീര്യമായ പ്രഭാഷണം നടത്തിയ ബഹുമാന്യനായ സുഹൃത്ത് കേരള മുസ്ലിം യുവജന ഫെഡറേഷന്റെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് അല്ലേ, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ്, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ബഹുമാന്യനായ
കേരളക്കരയിലെ അറിയപ്പെട്ട അത്യുജ്വല പ്രഭാഷകൻ ബഹുമാന്യനായ EK സുലൈമാൻ ദാരിമി, ജില്ലാ പ്രസിഡന്റ് ബഹുമാന്യനായ ചന്ദനത്തോപ്പ് ടൗൺ ജുമാ മസ്ജിദിന്റെ ഇമാം, അനുഗ്രഹീതനായ വളരെ പ്രതീക്ഷയോടെ നാമൊക്കെ ആഗ്രഹിക്കുന്ന യുവ പ്രഭാഷകൻ ബഹുമാന്യനായ നവാസ് മന്നാനി, ബഹുമാന്യനായ കേരള മുസ്ലിം യുവജന ഫെഡറേഷന്റെ സംസ്ഥാന സമിതിയുടെ കരുത്തുറ്റ നേതൃനിരയിൽ ഏതാണ്ട് പതിറ്റാണ്ടുകളായി പ്രവർത്തന മികവോടെ പോകുന്ന ബഹുമാന്യനായ AM യൂസുഫുൽ ഹാദി, ജില്ലാ സെക്രട്ടറി ബഹുമാന്യനായ ത്വാഹ അബറാരി, ഹുസൈൻ മന്നാനി, ഈ പുണ്യമായ സദസ്സിൽ നേരത്തെ തന്നെ എത്തി ഈ സദസ്സിന്റെ ഭാഗമായ എന്റെ പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ സദസ്സിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ കഴിഞ്ഞുപോയ ജീവിതത്തിന്റെ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടമുള്ള ജീവിതം പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി അള്ളാഹുവിനും അവന്റെ പ്രവാചകനും വഴിപ്പെട്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമഗ്ര ജീവിതം സമർത്ഥമായ ഒരു ആദർശം മുമ്പോട്ട് വച്ച ആ ആദർശ സംഹിതയെ കാലുഷ്യ ലോകത്തിന്റെ കരവിരുതുകളുടെ ഇടയിൽ കാലമുള്ള പോലെ കാലിൽ തുറച്ചു കളയുന്ന ആധുനികതയുടെ വിഷസർപ്പങ്ങളെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നന്മയുടെ പ്രവാഹവുമായി മണലാരുണ്യത്തിലൂടെ കടന്നുപോയ നായകന്റെ സദ്ഭാവന കൊണ്ടല്ലാതെ നിർവീര്യമാക്കാൻ കഴിയില്ല എന്ന ആധുനിക ലോകത്തിന്റെ അവസരങ്ങളോട് പറയാൻ കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ ഈ ഒരു നവകാല സമൂഹത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു പ്രമേയമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഒരു കാമ്പയിന്റെ സമാപനം കുറിച്ചുകൊണ്ട് ഇവിടെ പ്രഭാഷണം നടത്തുമ്പോൾ കാലം കാത്തിരുന്ന പ്രവാചകൻ എന്ന വിഷയത്തിന്റെ കീഴിൽ ഞാൻ ഏറെ വൈകിയ ഈ സദസ്സിൽ പ്രഭാഷണത്തിലോട്ട് കടക്കുകയാണ്. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഇന്നലെയാണ് ഏതാണ്ട് 40 വർഷത്തിന്റെ ഇടയിലെ കേരളത്തിലെ ഏറ്റവും വലിയ താപനില രേഖപ്പെടുത്തപ്പെട്ടത്. പുനലൂരിൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്നലത്തെ താപനില. ഏറ്റവും വലിയ വേനൽ ചൂടിൽ കേരളം വെന്തുരുകുമ്പോൾ നമുക്ക് കിട്ടിയ ഈ ഒരു ചെറിയ മഴ ഒരു കുളിർത്തന്നൽ കണക്കെ ആശ്വാസമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതേപോലെ പരലോകത്തിന്റെ പാരവശ്യതയിൽ ഹൃദയം ചുടികൊള്ളുമ്പോൾ ഇങ്ങനെ വീണ് കിട്ടുന്ന ചില സദസ്സുകളൊക്കെ നമ്മുടെ ഹൃദയത്തിന്റെ ചൂടുമാറ്റാൻ ഏറെ നല്ലതാണ് എന്ന ഒരു തിരിച്ചറിവ് നമ്മുടെയൊക്കെ ബോധമണ്ഡലങ്ങളിൽ ഉണ്ടാകേണ്ടതുണ്ട്. ആമുഖങ്ങളൊന്നുമില്ലാതെ ഈ സദസ്സിൽ ആദ്യം എന്നെ പാട്ടുപാടി സുഖിപ്പിച്ചു, പിന്നെ സമ്മാനം തന്ന് സുഖിപ്പിച്ചു. എന്റെ ആ പഴയ ഒരു സഹപ്രവർത്തകരുടെയും സ്നേഹിതരുടെയും ഒരു സ്നേഹസംഗമം കൂടിയാണ് ഈ സദസ്സ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. കാലം കാത്തിരുന്ന പ്രവാചകൻ. പ്രവാചകനെ കാലം കാത്തിരുന്നുവോ? യഥാർത്ഥത്തിൽ ഒരു അന്ത്യപ്രവാചകനെ ലോകം അങ്ങനെ കാത്തിരുന്നുവോ? കാത്തിരുന്നെങ്കിൽ കാത്തിരുന്ന കൈവല്യം കൈവെള്ളയിൽ കൺമണി പോലെ കടന്നു വന്നപ്പോൾ കാതോട് ചേർത്ത മന്ത്രം പോലെ അവരെങ്ങനെയായിരുന്നു സ്വീകരിച്ചത്?
ഇനി ഒരിക്കൽ കൂടി ആ പ്രവാചക ദർശനം ഈ മരുപ്പറമ്പിലെ മരീചികയുടെ മരുപ്പറമ്പിൽ ഈ ഊഷര ഭൂമിയിൽ ഒരു ഉർവരതയായി ഒരു കാനൽ ജലം പോലെ ഈ വിശുദ്ധനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നാട്ടിലെ തിരിച്ചറിയൽ കാർഡ് പോലെ നമ്മുടെ സദസ്സായി മാറി. പ്രവാചകൻ സമഗ്ര ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവാചകന്റെ പേര് കേട്ടിട്ട് സലാത്തില്ലെങ്കിൽ പിന്നെ ആ വിഷയവും ഈ സദസ്സും ഈ സംഘാടനവും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ തിരിച്ചറിയൽ കാർഡ് പോലെ നമ്മുടെ സദസ്സുകളാവാൻ പാടില്ല. പേര് തിരിച്ചറിയൽ കാർഡ് എന്നാണെങ്കിലും അതിലെ ഫോട്ടോ കൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റും. സ്വന്തം വാപ്പാട് തിരിച്ചറിയൽ കാർഡ് ഉണ്ട്, എന്റെ വാപ്പായാന്ന് ആ ഫോട്ടോയിൽ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റൂല. അമ്മാതിരി വികൃതമാണ്. അപ്പൊ തിരിച്ചറിയൽ കാർഡ് എന്ന് പേര് കൊടുക്കുകയും കണ്ടാ തിരിച്ചറിയാത്ത ഫോട്ടോ വെക്കുകയും ചെയ്യുന്ന ആ ശൈലി നമ്മുടെ സദസ്സിന് മുഹമ്മദ് നബിയുടെ പേര് വെക്കുക സലാത്തില്ലാതാവും സല്ലല്ലാഹു അലൈഹി വസല്ലം. കാലം ആ പ്രവാചകനെ കാത്തിരുന്നു. കാത്തിരുന്നെങ്കിൽ കാലത്തിൽ മനുഷ്യരും ജിന്നുകളും മാത്രമാണോ പ്രവാചകനെ കാത്തിരുന്നത്? നമുക്ക് സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആർക്കും കാത്തിരിപ്പിന് അസഹനീയതയുണ്ടാകുന്ന ഒരു വല്ലാത്ത ശൂന്യതയ്ക്ക് വിരസതയുണ്ടാവും. ആ ശൂന്യത അപാതമായി നീണ്ടുപോവുകയാണെങ്കിൽ ആർക്കും പരിഗണിക്കാൻ കഴിയാത്ത ഒരു നിശബ്ദമായ എന്ന് പറയേണ്ട ഒരു ശബ്ദമയാനമായ ഒരു ശൂന്യത. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആഗമനത്തിന് ശേഷം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകാശ ആരോഹണം ചെയ്തു. അതല്ല ഗോദാവരി കുന്നുകളുടെ താഴ്വരകളിൽ കുരിശിൽ തറക്കപ്പെട്ടുവോ? ഈസാ നബിയെ കൊന്നുവോ? ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടുവോ? എന്ന തർക്ക വിതർക്കങ്ങളുടെ നടുവിൽ ഏതാണ്ട് 5 നൂറ്റാണ്ടോളം 500 വർഷക്കാലം ഒരു പ്രവാചകനില്ലാതെ ലോകം മുഴുവനും വല്ലാത്ത ശൂന്യതയിൽ കഴിയുന്ന ഒരു കാലം. ആ കാലത്തെയാണ് നമ്മുടെ ചരിത്രകാരന്മാർ മുഴുവനും 3W വൈൻ വാർ ആൻഡ് വിമൺ 3W കാലം എന്ന് പറയുക. സാധാരണ നമ്മൾ പ്രയോഗിക്കുന്ന വാക്കാണ് 3W വൈൻ വാർ ആൻഡ് വിമൺ. അന്നത്തെ ഈസാ നബിക്കും പ്രവാചകനും ഇടയിലുള്ള കാലം 3W കാലമാണ്. നമ്മുടെ കാലവും 3W കാലമാണ്. www.com. യഥാർത്ഥത്തിൽ അതേ W മുമ്പിലാണ് നമ്മുടെ ലോകം. www.com. എല്ലാ വിവരങ്ങളും പ്രതീക്ഷകളും ഈ 3W മാത്രം അസ്തമിച്ചു പോകുന്ന ഒരു ലോകത്ത് 500 വർഷക്കാലത്തോളം ഒരു പ്രവാചകനില്ലാതെ വിരസതയിൽ മനുഷ്യൻ മുഴുവനും കാട്ടാളന്റെ രൂപം പ്രാപിക്കുകയും അധപതനത്തിന് അധമഭാവ തലങ്ങളിലോട്ട് കടന്നു പോവുകയും കൊള്ളയും പരിവപ്പും അക്രമവും ആസനയും മുഴുവനും ലോകത്ത് അരാജകത്വം മുഴുവനും വർദ്ധിക്കുകയും അറേബ്യയുടെ ഇടതുഭാഗത്ത് നിന്ന് പേർഷ്യ സാമ്രാജ്യവും വലതുഭാഗത്ത് നിൽക്കുന്ന റോമയും അവർ രണ്ടുപേരെ ചുറ്റുഭാഗത്തുള്ള നാട്ടുരാജ്യങ്ങളെ മുഴുവനും വെട്ടിക്കീഴ്പ്പെടുത്തുമ്പോഴും പേർഷ്യക്കാരും റോമക്കാരും പേർഷ്യക്കാരായ മജൂസികളും റോമക്കാരായ ക്രൈസ്തവരും ഒന്ന് എത്തി നോക്കാൻ പോലും രക്ഷിച്ചു നിന്ന ഒരു നാട് അതായിരുന്നു ഇന്നത്തെ അറേബ്യ. അന്നത്തെ കാലഘട്ടം രണ്ട് ഭാഗത്തു നിന്ന് ആളുകൾക്ക് എത്തി നോക്കാൻ പോലും മടിയാൻ. അത്രത്തോളം നമ്മുടെ നാടുകൾ ചില കോളനികളുണ്ടാവും. അതിന്റെ മുമ്പിലൂടെ നടന്നു പോകാൻ പോലും നമുക്ക് വല്ലാത്ത നാണമാണ്, വല്ലാത്ത രക്ഷയാണ്. യഥാർത്ഥത്തിൽ അറേബ്യ എങ്ങനെയാണ്? ഇടതുഭാഗത്തും വലതുഭാഗത്തും താമസിക്കുന്ന ചെറിയ അയൽ രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുമ്പോൾ തന്നെ ആ നാട്ടിലെ ജനങ്ങളുടെ സാംസ്കാരിക ശൂന്യത കാരണത്താൽ എത്തിനോക്കാൻ പോലും മടിച്ചുവെന്ന 500 വർഷക്കാലം ഒരു പ്രവാചകനില്ല, ധർമ്മത്തിന്റെ സംസ്ഥാപകനില്ല, തിന്മയും നന്മയും വേർതിരിച്ചു പറയാനൊരു പുനരുത്ഥാന നായകരില്ല, ധർമാധർമ്മ വ്യതിരക്തതയും സത്യാസത്യ വിവേചനവും പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലാതെ ലോകം മുഴുവനും ഒരു മരുപ്പറമ്പ് മുഴുവനും ഒരൽപ്പം വേരാമ്പരട് പോലെ ഒരു ചരിത്രങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ആരാണ് ഈ സമൂഹത്തിലൊരു പുനരുത്ഥാന നായകനായി ധർമ്മത്തിന്റെ മൂല്യങ്ങളെ വീണ്ടെടുക്കുവാനും കാരണത്തിന്റെ നീരവഭാവത്തെപ്പോയ അറബയുടെ ഏറ്റവും വലിയ പുനരുച്ഛാദനത്തിന് കാരണമാകാനും ആരാണ് വരിക എന്ന് ലോകം മുഴുവനും കാത്തിരിക്കുമ്പോ മലയാളത്തിന്റെ കവി വള്ളത്തോടിന്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ പെരുത്ത നൂറ്റാണ്ടിനിടയ്ക്കൊരിക്കരി മരുപ്പറമ്പ ഉലകത്തിന് ഈശ്വരൻ നടന്നു വെച്ചിട്ട് തനിക്ക് പാന്തരായി വരുന്നവർക്ക് വിശ്രമത്തിനായി വള്ളത്തോട് പറഞ്ഞതുപോലെ
പെരുത്ത നൂറ്റാണ്ടിനിടയ്ക്കൊരിക്കൽ ഈ മരുപ്പറമ്പ മുലകത്തിൽ ഈശ്വരൻ നടന്നു വൃക്ഷത്തെ തനിക്കു പാന്തരായി വരുന്നവർക്ക് വിശ്രമത്തിനായി പരാവാരം പോലെ വരന്നു കിടക്കുന്ന മരുഭൂമിയിലൂടെ ഒരിട്ട് ദാഹകരമില്ലാതെ സൂര്യതാപമേറ്റ് കത്തിക്കരിയുന്ന ചൂടിന്റെ നാട് നടന്നു പോകുന്ന മനുഷ്യൻ ഒരു തണൽ വൃക്ഷം എവിടെയെങ്കിലും കണ്ടാൽ കയറി നിൽക്കാമെന്ന ആഗ്രഹത്തോടെ കടന്നു പോകുമ്പോൾ മലപ്പുറമ്പിന്റെ വിശാലതയുടെ നടുവിനെവിടെ ഒരു തണൽ വൃക്ഷം പോലെ ജഗദീശ്വരൻ ലോകത്തേക്ക് നൽകിയ ലോകത്തിന്റെ ആശ്വാസത്തിന്റെ തണലായിരുന്നു എന്ന് പ്രവാചകനെ കുറിച്ച് വെള്ളത്തോട് പറഞ്ഞെങ്കിൽ ഉള്ളൂർ പറഞ്ഞതുപോലെ ഒരു യുഗാന്തരത്തിൽ ഇടയ്ക്കലോ മറ്റോ തിരുവവതാരം ജഗദീശൻ ചെയ്യുമോ? ഉള്ളൂർ പറഞ്ഞിട്ടുണ്ട് ഒരു യുഗാന്തരത്തിൽ ഒരിക്കലോ മറ്റോ തിരുവവതാരം ജഗദീശൻ ചെയ്യുമോ? ഉള്ളൂര് തിരുവവതാരം എന്ന് പറഞ്ഞെങ്കിലും അത് ഏതർത്ഥത്തിലാണെങ്കിലും ഞാൻ ധർമ്മത്തിന്റെ സംസ്ഥാപകൻ എന്ന പേരിൽ ഞാൻ അത് ആവർത്തിച്ചു പറയുകയാണ്. യുഗാന്തരങ്ങളിൽ ഒരിക്കലോ മറ്റോ തിരുവവതാരം ജഗദീശൻ ചെയ്യുമോ? ഒരു യുഗത്തിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും അപൂർവമായി സംഭവിക്കുന്ന ചില മനുഷ്യരുടെ ജന്മമുണ്ട്. അത് ചില നൂറ്റാണ്ടുകൾക്ക് ഇടയിൽ വളരെ അപൂർവമായി സംഭവിക്കൂ. എപ്പോഴും അങ്ങനെയൊന്നും പ്രസവിക്കപ്പെടില്ല. അങ്ങനെ അപൂർവമായ ജന്മമായി യുഗാന്തരങ്ങളുടെ ഇടയിലെ അപൂർവമായ ജന്മമായി 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്ക മരുഭൂമിയുടെ കാനജലം പോലെ മരീചികൾ പോലെ എല്ലാ മകനെയായി വിദൂരമായ ഒരു സ്വപ്നം പോലെ കാത്തുനിന്ന ലോകത്തേക്ക് കടന്നു വന്നു. ലോകത്തിന്റെ താരത്തിന്റെ ഉദയമായി കാലം കാത്തിരുന്ന പ്രവാചകനെ പോലെ ആ പ്രവാചകനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോ ആ സമയത്ത് കലീമുല്ലാഹി മൂസാ നബി ബൈബിൾ പറഞ്ഞ മോശെ പ്രവാചകൻ തന്റെ ചുറ്റും നിന്ന് അനുയായികളോട് പറഞ്ഞവരുടെ അനുയായികളെ വയത് കാല മൂസാനി കൗമിഹി യാ കൗമി ലിമ തുദൂനനി വകത്താന മൂറനി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിന തൗറാത്തി വമുബശ്ശിറൻ ബിറസൂൽ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ് നൂറ്റാണ്ടുകൾക്ക് സംഘർഷങ്ങൾക്കപ്പുറം തന്റെ മുമ്പേ തോടിസേന പർവ്വത നിരകളുടെ താഴെ പ്രബോധനത്തിന് കാത്തുവന്ന ജനത്തോട് മൂസാ നബി പറഞ്ഞു വന്ന ജനങ്ങളെ എനിക്കെതിരെ എന്തിനാണ് കയ്യോമെന്നത്? എന്തിനാണ് നിങ്ങൾ എന്നെ ആട്ടിയെടുക്കുന്നത്? ഞാൻ വന്നതെന്തിനെന്നറിയുമോ? ഓരോ നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ ഒരു പ്രവാചകൻ വരാനുണ്ട്. ആ വരാനുള്ള പ്രവാചകന്റെ സുവിശേഷയാത്ര പറയാനാണ് ഞാൻ വന്നതെന്ന്. ആ പ്രവാചകന്റെ പേര് അഹ്മദെന്നാണെന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സന്തോഷവാർത്ത പറഞ്ഞിട്ട് പോകുമ്പോ സംവത്സരങ്ങൾക്ക് മുമ്പ് കാലം കാത്തിരിക്കുകയാണ്. മൂസാ നബിയുടെ സമൂഹം കാത്തിരിക്കുകയാണ്. ഇവിടെ തന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ പറഞ്ഞ അഹ്മദെന്ന പ്രവാചകനവിടെ തീർന്നില്ല. കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ഈസാ നബി വന്നു. ആ സമയത്ത് ഈസാ നബി പറഞ്ഞു വന്ന ജനങ്ങളെ വൈദകാല ഈസ ബിനു മറിയമ യാ ബനീ ഇസ്രായീൽ സമൂഹമേ, ഞാൻ എന്തിനാണ് വന്നതെന്നറിയാമോ? എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരാറുണ്ട്. ആ പ്രവാചകന്റെ സന്തോഷമായിട്ട് അറിയിക്കാനാ ഞാൻ വന്നെന്ന് ബഹുമാനപ്പെട്ട ഈസാ നബി പറഞ്ഞു. സഹോദരങ്ങളെ, കാലം കാത്തിരിക്കുകയാ. ഏത് കാലം മുതലെന്നറിയോ? ആദ്യമായി ലോകത്തിന്റെ തുടക്കം മുതലേ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഹവ്വാ ബിബിയെ സ്വർഗ്ഗത്തിൽ കിടത്തുമ്പോ ഹവ്വാ ബിബി വിവാഹം ചെയ്യാൻ വിവാഹ മൂല്യം നേടിക്കുമ്പോ എന്റെ ആദമേ, നിന്റെ വിവാഹത്തിന്റെ മൂല്യം വേണം റബ്ബേ. എവിടെയാണെന്നറിയോ? അർശിന്റെ താഴ്വാരത്തിൽ നാമെന്നല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ സമയത്ത് അൽമറത്തോട് ആദ്യ മനുഷ്യന്റെ വിവാഹത്തിന് മൂല്യമായി നൽകപ്പെട്ട കാലം മുതലേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലോ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലോ സുവിശേഷം മത്തായി സുവിശേഷം 18-ാം വാക്യത്തിൽ യേശുക്രിസ്തു പറഞ്ഞതായി ബൈബിൾ പോലെ രേഖപ്പെടുത്തിയതുപോലെ ഞാൻ ലോകായ സത്യത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ലോകത്തേക്ക് വരികയില്ല. ഞാൻ ഇരിക്കൊണ്ട് നിങ്ങൾ അവനെ കൊണ്ട് വിശ്വസിപ്പീരെന്ന് സാക്ഷാൽ യേശുക്രിസ്തു സുവിശേഷം പറഞ്ഞിട്ട് പോയ കാലം കാത്തിരിക്കുകയാണ്. ആദം നബിയുടെ കാലം മുതൽ
മൂസാ നബിയുടെ കാലം മുതലേ കാത്തിരുന്നവരെ, കാലം കാത്തിരുന്ന പ്രവാചകനവരെ, ഈസാ നബിയുടെ കാലത്തും കാത്തിരുന്നു ഈസാ നബി പറഞ്ഞ പ്രവാചകനവരെ. ഇല്ല സഹോദരങ്ങളെ, ഈസാ നബിയുടെ കാലം മാത്രമല്ല, ഇന്ത്യ രാജ്യത്തിന്റെ ഗിരിനിരകളുടെ കാനന ചെലവ് മുടച്ച് കാനനത്തിന്റെ കാലമടക്കി തപസ്സരപ്പിച്ച മരവിൽ ധരിച്ച മാമുനിമാര് പാടി നടന്നു. ഒരാണ് രേതസ്മിൻ അന്തരം ആചാര്യന സമന്യര മുഹമ്മദായിരിക്കാന ശിഷ്യശാഖ സമന്യര. മലയാളത്തിന്റെ നടുവിലൂടെ ഭാരതത്തിന്റെ കാലഘട്ടയിലൂടെ മരവിൽ ധരിച്ച മാമുനിമാര് പോലും പാടി നടന്നു. ഒരു പ്രവാചകൻ വരാൻ പോവുകയാണ്, മുഹമ്മദായിരിക്കാന. മുഹമ്മദ് എന്ന പേര് വിശ്വതനാകാൻ പോകുന്ന ശിഷ്യശാഖാസമന്യര. ആയിരക്കണക്കിന് ശിഷ്യന്മാരുമായി ഒരു പ്രവാചകൻ വരാനിരിക്കുന്നെന്ന് കാലം കാത്തു പാടിയിരുന്ന പ്രവാചകനാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആമിനാറിയുടെ കുടിലിന്റെ മകള് ജിബ്രീലുറുവാഹും ഒരു തിങ്കളാഴ്ച ദിവസം ജിബ്രീൽ വരുന്നുണ്ട്. 10,000-കണക്കിന് മലക്കുകൾ വരുന്നുണ്ട്. മക്കയിലെ ഒരു കൊച്ചുകുടൽ ആമിനയുടെ ഗർഭപാത്രത്തിന്റെ ലോകത്തിന്റെ വസന്തത്തിന്റെ താരമുയരുകയാണ്. ആ ലോകത്തിന്റെ വസന്തത്തിന്റെ ആമിനയുടെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ കടരുകയാണ്, പൊട്ടിവിടരുകയാണ്. ആ പൊട്ടിവിടേണ്ട സമയമാണ്. തറത്താലി മോരോട് അവാനത്ത് വിനൂരിഹി കാത്തിരുന്ന പ്രവാചകനെ, കാലം കാത്തിരുന്ന പ്രവാചകനാരാ അല്ലാഹുവിന്റെ റസൂൽ ആമിന ബീവിയുടെ ഗർഭാശയത്തിൽ ഉടലെടുക്കുന്നു. ആ സമയത്ത് ഗർഭാലയത്തിന്റെ ചുറ്റുപാടത്ത് നാട്ടപ്പെട്ട 360 വിഗ്രഹങ്ങളെ തലവെച്ച് കാലം വീടുമ്പോ ആ സമയത്തല്ലേ തലകുലഞ്ഞ് കിടക്കുന്ന വിഗ്രഹത്തിന് മുമ്പിൽ വെച്ചിട്ട് സയ്യിദ് ബിൻ അംർ ബിൻ തുഫൈൽ പാടിയത് അയാസാന മല്ലീദ് ലദീ സഫഹു സനാദീദു മിഹുദുന പരിയദിനു മിൻ ഖുറബി തനകസ്തമകിലോവന വമാദാക കുലനാ ومن حزننا كدر رتوير بصحبي കമന്ന് കിടക്കുന്ന വിഗ്രഹങ്ങൾ നോക്കിയിട്ട് മക്കാരാജ്യത്തിലെ കുഫാറുകളോട് സയ്യിദ് ബിൻ അംർ ബിൻ തുഫൈൽ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞതല്ലേ, ഞങ്ങൾ കാത്തിരിക്കുന്ന ലോകത്തിന്റെ പ്രവാചകൻ വരുന്നുണ്ടെന്ന്. ആ പ്രവാചകൻ വരുമ്പോ ഈ വിഗ്രഹങ്ങൾ മൂക്കുമുത്തി വീഴുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. മക്കയിലെ ആളുകൾ പോലും കാത്തിരുന്നു. കാലം കാത്തിരുന്ന പ്രവാചകൻ വന്നു. ആ പ്രവാചകനാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ കടന്നു വന്നു. മൂസാ നബിയുടെ കാലം മാത്രമല്ല, ഈസാ നബിയുടെ കാലം മാത്രമല്ല, ആചാര്യന്മാരുടെയും മാമുനിമാരുടെയും മാമഹർഷികളുടെയും കാലം മാത്രമല്ല, മക്കയിലെ കിരാതരായിരുന്ന 6-ാം നൂറ്റാണ്ടിലെ അബൂജഹലിന്റെ വിസർജങ്ങളുടെ ഇടയിൽ ജീവിച്ചിരുന്ന 6-ാം നൂറ്റാണ്ടിലെ സുമനസ്സുകളായ ആളുകളും കാത്തിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ വരുന്നതും കാത്ത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുന്നതിന് തൊട്ടുമുമ്പുള്ള മുഴുവൻ ആളുകളും മുശ്രിക്കുകളല്ല. മനസ്സിലായ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് 500 വർഷം കഴിഞ്ഞിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ വരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോഴല്ലേ ആളുകൾ വിശ്വസിച്ച് മുസ്ലിമായത്. അപ്പൊ ഈസാ നബിയുടെയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കാലഘട്ടത്തിന്റെ ഇടയിൽ 500 വർഷത്തെ ഇടവേളയുണ്ട്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എല്ലാവരും മുശ്രിക്കുകളല്ല. അതുകൊണ്ടാണ് ഈ ആമിന നിൽക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ പാട്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അള്ളാന്റെ റസൂൽ ജനിച്ചു ആമിന ബീബിയുടെ വീട്ടിൽ. മക്കയിലെ വിഗ്രഹങ്ങൾ മുഴുവനും തലകുത്തി താഴെ വീണു. ആ സമയത്ത് ആ വിഗ്രഹത്തിന്റെ മുമ്പില് ആളുകൾ സുജൂദ് ചെയ്യുന്നത് കണ്ടിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക സയ്യിദ് ബിൻ അംർ ബിൻ തുഫൈൽ. സയ്യിദ് ബിൻ അംർ ബിൻ തുഫൈൽ അദ്ദേഹം നബിതങ്ങൾ ജനിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ നബികളെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ടോ? പറഞ്ഞ മനസ്സിലാണ്ടോ മനുഷ്യന്മാരെ? ചുമ്മാ കേട്ടിട്ട് പോയാൽ പോരാ. ഈ ആളുകൾ നബി ഒന്നില്ല. അപ്പൊ അതിന് മുമ്പുള്ള മുശ്രിക്ക്. നമ്മളൊരു നെയ്സ്ലിപ്പും പോക്കറ്റ് ഇട്ടിട്ട് ഇങ്ങനെ നടക്കുക, തോന്നണവന്റെ നെറ്റിയിൽ ഒട്ടിച്ചു കൊടുക്കുക.
ഒട്ടിച്ചൊട്ടിച്ച് ഇപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിക്കാൻ തുടങ്ങി. രണ്ടു വലിപ്പുണ്ട്. ഒന്ന് നിന്റെ മട്ടത്തൊടിച്ച് അവനെ ഇങ്ങോട്ട് ഒട്ടിച്ച് ഫുള്ള് മുശ്രിക്കും കാഫിറും. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു എല്ലാവിധ ഫിത്നകളിൽ നിന്ന് അള്ളാഹു നമ്മുടെ സമുദായത്തിന്റെ ഉള്ളിലെ ഫിത്നകളിൽ നിന്ന് അള്ളാഹു കാക്കട്ടെ. വന്ന് നമ്മുടെ കേരളത്തിലെ ചില പള്ളികളുടെ അവസ്ഥ എന്തായി? 40 പേര് വേണമെന്നാ ജുമയ്ക്ക്. ഇപ്പൊ 30 പേരൊക്കെ ഉണ്ടെങ്കിൽ നടത്താം. കാരണം 10 പോലീസുകാർ വെളിയിലുണ്ടാവും. ജുമയൊക്കെ പോലീസ് കാവല്ലായി. 30 ഉണ്ടെങ്കിലും പിന്നെ വന്ന പോലീസ് 10 മുസ്ലിം ഉണ്ടാവുമല്ലോ. അവരെ കൂടെ കൂടി ഇപ്പൊ 40 തികച്ച് പള്ളിയിൽ നിസ്കരിക്കപ്പെടേണ്ട അവസ്ഥയിലേക്ക് എത്തി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. സഹോദരങ്ങള്, ആ സമയത്ത് സെയ്ദ് ബിൻ അംർ ബിൻ തുഫൈൽ അവരൊക്കെ കാത്തിരിക്കുകയാണ് പ്രവാചകൻ വരുന്നതും കാത്ത്. ഖദീജ റളിയല്ലാഹു തആല അൻഹ ഹിറാ ഗുഹയിൽ നിന്ന് പ്രവാചകന് പടി പിടിച്ചപ്പോ വിളിച്ചുകൊണ്ട് പോയല്ലോ. എവിടേക്ക്? ആരെടുക്കല? മുണക്കസിയ നബി തങ്ങളെ വിളിച്ചുകൊണ്ട് പോയല്ലോ. വറക്കത്ത് ബിൻ നൗഫൽ. ആരാ വറക്കത്ത് ബിൻ നൗഫൽ? അള്ളാന്റെ റസൂലിനെ കാത്തിരുന്ന കാലത്തിന്റെ പ്രതിനിധിയാ. നബിയെ, അങ്ങയെ ഈ നാട്ടുകാർ ആട്ടി ഓടിക്കും, അന്ന് ഞാൻ അങ്ങയുടെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങയെ വിശ്വസിക്കും നബിയെ എന്ന് പറഞ്ഞു വറക്കത്ത് ബിൻ നൗഫൽ. അവരൊക്കെ മുശ്രിക്കാ. നബി തങ്ങളെ ജനിച്ചു, വിഗ്രഹം താഴെ വീണു. ആ സമയത്ത് സുജൂദ് ചെയ്ത് കിടന്ന മക്കാ മുശ്രിക്കുകൾ നോക്കിയപ്പോ വിഗ്രഹങ്ങളെ തലകുത്തി കിടക്കുകയാണ്. ആ സമയത്ത് സെയ്ദ് ബിൻ അംർ ബിൻ തുഫൈലാണ് പാടിയത്, തലക്കത്ത മക്റൂബൻ തമാദാക കുല്ലനാ ومن حسننا قدر أطير بسبي. ഞാൻ പറഞ്ഞില്ല വിഗ്രഹങ്ങളെ നിങ്ങൾ തലകുത്തി താഴെ വീഴുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകമുണ്ട്. ബാക്കി മതി. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാര്. എന്തിട്ട് മനുഷ്യൻ ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ശരി, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി, ഇയാളിപ്പോ ഇങ്ങനെയൊക്കെ ആയോന്നൊന്നും ചിന്തിക്കണ്ട. ആ മലബാറിന്റെ വാദം പറഞ്ഞൊരു സുഖം ഇവിടെ കിട്ടൂല. കാരണം അവർ സലാത്ത് പറയാൻ കാത്തിക്കും. നമുക്ക് എന്തുകൊണ്ടോ നമ്മൾ ആ ഒരു കാര്യത്തിൽ കുറിച്ച് നോക്കണം. എന്ത് ഉള്ള കാര്യം പറയേണ്ടത് ധാരിമേ. അത് ഒരു സ്പിരിറ്റാണ്, അതൊരാഗ്രഹം. നമ്മൾ ഏതായാലും പറയണത് പിച്ച ഉറക്കെ പറഞ്ഞ എന്താ ഏതായാലും പറയണത് ഉറക്കെ പറഞ്ഞൂടെ? അതല്ലേ നമ്മുടെ ഒരു സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ. അതാണ് ഒരാവേശം. ഇതിപ്പോ ആർക്കാണ്ട് വേണ്ടി ഉമ്മ പറഞ്ഞ മോനെ പെണ്ണ് കെട്ടു, ആ ഉമ്മായും പാപ്പായും പോയി കണ്ടു, എനിക്ക് ഇഷ്ടമുള്ളതിനെ കെട്ടിയേക്കാം. കാരണം അവൻ ഇഷ്ടമുള്ളതിന് ഇവർ ഏതായാലും കെട്ടൂല. അപ്പൊ കെട്ടിച്ചു കൊടുക്കുക. അപ്പൊ പറയാം നിങ്ങൾ പോയി കണ്ടുപിടിച്ചോ, ഞാൻ നിന്നാലും. ആ ഒരു ശൈലി നമ്മുടെ ഈ സദസ്സിലുണ്ടാവാൻ പാടില്ല. അള്ളാഹു. കാരണം അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ നിങ്ങൾ പ്രതികരണം ഇല്ലെങ്കിൽ വളവ് പോവും. പ്രതികരണം ഉണ്ടോ വളവ് ഉഷാറാവും. അതാണ് അതിന്റെ പ്രത്യേകത. പ്രഭാഷകൻ ഉഷാറാവും. ഇത് ചുമ്മാ നമ്മുടെ ഈ 40 ദിവസം മറ്റേ തീറ്റ കൊടുത്ത ബ്രോയിലർ കോഴീനെ മാതിരി ഒരു ഉഷാറില്ല. പിടിക്കണ നേരത്തൊന്ന് കരയും, ചിറക് കെട്ടിയാ പിന്നെ കരയുമില്ല. ബ്രോയിലർ കോഴിയുടെ അവസ്ഥ അതാ. പിടിക്കണ സമയത്തൊന്ന് കരയും, ചിറക് കെട്ടിയാ പിന്നെ ഞാൻ അനക്കവില്ല. കത്തി വെക്കണേനിപ്പം ചത്തു. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇപ്പോഴാണ് നമുക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കാത്തിരുന്ന കാലം മുഴുവനും കാലം കാത്തിരുന്ന പ്രവാചകൻ എന്ന ശീർഷകം എന്റെ വരെയല്ല. അല്ലാഹു പറയുകയാണ്, الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل. തൗറാത്തിലും ഇൻജീലിലും മാനവരേഖ മുഴുവനെ കാത്തിരുന്ന മാനവികതയുടെ മഹനീയമായ മഹോന്നതമായ മഹിത പ്രവേശനമായി കിടന്നുവന്ന് മഹോന്നതഭാവത്തിന്റെ മഹിത താരമേ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. കാത്തിരുന്ന പ്രവാചകൻ വന്നുപോയി. നൂറ്റാണ്ടിന്റെ ഇരുനടന്ന ഇടനാടുകളിലേക്ക് അധപതനത്തിന്റെ അധപഭാവ
മഹാമതലങ്ങളിലേക്ക് ആ ലോകം മുഴുവനും ഓടി വന്നില്ലേ? ആ ലോകം മുഴുവനും ഓടി വന്നില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ്, വ്യഭിചാരം മുഴുവനും ആദുചാരം മുഴുവനും ഏറ്റവും കൊടികുത്തലാണ് കാര്യം. ഞാനിവിടെ വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുലൈമാൻ പറഞ്ഞതുപോലെ പാർലമെന്റ് മന്ദിരത്തിൽ സ്പീക്കറിന്റെ ചേംബറിലേക്ക് കയറിയിട്ട് സുഷമാ സ്വരാജിനെ കൊണ്ടുപോകും. ഇസ്ലാമിക ശരീഅത്തിന്റെ ഇത് നടപ്പാക്കണമെന്ന് അറിയാമെങ്കിലുമാണ് അതുകൊണ്ട് പറയേണ്ടി വന്നതെന്ന്. ഡൽഹിയുടെ തുറവോരങ്ങളിലൂടെ പട്ടാളപ്പാടിലേക്ക് നടന്നു പോകുന്നതെങ്ങനെ മരത്തിൽ പടങ്ങി മാണമെന്നും ചെയ്ത് സിംഗപ്പൂർ ഹോസ്പിറ്റലിൽ നിന്ന് വെള്ളത്തുണിയും പൊടിച്ചിട്ടവരുടെ മൃതദേഹം വരുമ്പോ ലോകത്തിന്റെ ഡെമോക്രാറ്റിക് ജുഡീഷ്യറിയുടെ പദവസ്ഥാനത്തെ രാജ്യം നാണം കെട്ട് തലകുനിച്ചു നിൽക്കുമ്പോ ആ സമയത്തോടുന്ന ബസ്സിലും ചീറിപ്പായുന്ന ട്രെയിനിലും ബാത്റൂമിലും മുനിസിപ്പാലിറ്റിയുടെ മൂത്രപ്പുറയിലും മാനം പിച്ച് ചെയ്യുന്ന പെണ്ണിന് എത്ര യോഗേശ്വര കൃഷ്ണോ, എത്ര എവിടെയാണോ സ്ത്രീ ആദരിക്കപ്പെടുന്നത് അവിടെയാണ് സ്ത്രീയെ ബഹുമാനിക്കേണ്ടത്, അവിടെയാണ് ദേവന്മാരെ പ്രസാദിക്കുന്നതെന്ന് ലോകത്തോട് പറഞ്ഞ ആശഭാഗത്തുനിന്നത് ഒരു പെണ്ണിനെ മാനഭംഗം ചെയ്യപ്പെടുമ്പോ ആ സമയത്താണ് UPA-യുടെ അധ്യക്ഷ സോണിയാഗാന്ധി മൻമോഹൻ സിംഗും ഒരു കമ്മീഷനെ നിയോഗിച്ചു. ഒമാൻ കമ്മീഷൻ 10 ദിവസം കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് കൊടുത്തു, പെണ്ണിന് മാനമായി നടക്കണോ, പെണ്ണിന്റെ മാനം സംരക്ഷിക്കപ്പെടണോ, അവൻ ഈ ലോകത്തെ മഹിതമായ ഭാവത്തിൽ നിൽക്കണോ, പെണ്ണിനെ ആക്രമിക്കുന്നവനെ സംഘത്വത്തിന് വിധേയമാക്കണമെന്ന്, അവന്റെ പുരുഷത്വം ഉടച്ചു കളയണമെന്ന് പിറ്റേ ദിവസം ചാനലിൽ ചർച്ചയാളോ. അങ്ങനെ ഒരാളോട് ചെയ്യാൻ കഴിയുമോ? സാഹചര്യം കൊണ്ട് ചെറുപ്പക്കാരുടെ പെണ്ണിനെ പിടിച്ച അത് പീഡനമായ അവന്റെ പുരുഷത്വത്തെ നശിപ്പിച്ചു കളയണമോ? അത് ക്രൂരമല്ലയോ? വധശിക്ഷ കൊടുക്കണമോ? അത് തൊഴിലില്ലാത്ത ശിക്ഷയല്ലേ? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ധരിച്ചു വീണ പിന്നിന്റെ മുകളിലേക്ക് മണ്ണ് മാറിയിട്ട് കറങ്ങിപ്പോയ കാത്തറകളോട് കാത്തിരുന്ന പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, ഇല്ല അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വലാ തഅഖുദുകും ബിഹിമാ പെണ്ണിനെ മാനഭംഗം ചെയ്യുന്നവനോട്, സദാചാരം നഷ്ടപ്പെട്ടിയവനോട് അവനോട് യാതൊരുവിധ മൃദുലത പാടില്ല. അതിനെല്ലാവരും സാക്ഷി നിൽക്കുമ്പോ രഹസ്യമായിട്ടല്ല, തിഹാർ ജയിലിലല്ല, ആരുമറിയാതെ മുഖം രക്ഷിക്കാൻ അഫ്സൽ ഗുരുവിനെ കശാപ്പ് ചെയ്തതുപോലെയല്ല. വേദത്തെ തിന്മകൾക്ക് നിരാമമുണ്ടാകണോ? പരസ്യമായിട്ടാണ് അവന്റെ ശിക്ഷ നടപ്പാക്കേണ്ടതെന്ന് വമാ കമ്മീഷനുമെന്ന് ലോകത്തോട് ഓടി കൊടുത്തിട്ട് പ്രവാചകന്റെ മുമ്പിലേക്കാണ് കാത്തറ വന്നത്. യാ റസൂലല്ലാഹ്, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് വ്യഭിചരിക്കണം. ആളുകളെ കാത്തിരിക്കുമ്പോ ആളുകളുടെ മുമ്പിൽ വെച്ചാണ്, രഹസ്യമല്ല. സാപത്തിരിക്കുന്ന സദസ്സിലേക്ക് ഒരു കാട്ടുവഴി കടന്നു വന്നു, എനിക്ക് വ്യഭിചരിക്കണം മുഹമ്മദേ. ഞാൻ നീ വരുന്നതിന് മുമ്പ് ഇത് ചെയ്തിട്ടുണ്ട്, ഇത് നീ ഹറാമാക്കിയാൽ എനിക്ക് നിർത്താൻ പറ്റില്ല, എനിക്ക് വ്യഭിചരിക്കണം മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്ത് ചാടി എഴുന്നേറ്റ് തമ്മാടി റസൂലുള്ളാഹിയുടെ മുമ്പിൽ മര്യാദയില്ലാതെ സംസാരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ അങ്ങെങ്ങാനും ചിരിക്കവട്ടെ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മോനെ നിനക്ക് ഉമ്മയുണ്ടോ? ഉണ്ട് നബിയേ. നിന്റെ ഉമ്മയെ മറ്റൊരാൾ വ്യഭിചരിക്കുന്നത് ഇഷ്ടമാണോ? ഞാനവന്റെ കഴുത്തറത്ത് മാറ്റും നബിയേ. പൊന്നുമോനെ നിനക്ക് ഭാര്യയുണ്ടോ? ലോകത്തിന്റെ നായകന്റെ പ്രതിവചനമാണ്. കാലം കാത്തിരുന്നത് ഇങ്ങനെ ഒരു നേതാവിനെയാണ്, അല്ലാതെ എതിരാളിയെ ഗ്യാസ് ചേമ്പലിട്ട് ചുട്ടുകരിച്ച ഏകാധിപതിയല്ല. കമ്പോഡിയയിലെ തെരുവോരങ്ങളെ തലയേറ്റുകൊണ്ട സിംഹാസനത്തേക്ക് പോറ്റിനെയല്ല, സാമ്രാജ്യത്തിന് മുകളിൽ ആണിക്കല്ല് കറച്ച നെപ്പോളിയനെയല്ല, കടല് കിടന്നിട്ട് കഴിച്ചു മുന്നേറിയ അലക്സാണ്ടറിനെയല്ല. കാലം കാത്തിരുന്ന പ്രവാചകനിതായിരുന്നു. മാനസിക ലോകത്തിന്റെ ഏറ്റവും വലിയ മാനസിക ചികിത്സകർ ففلسفيهم حل سكا ومنتظرون حل هوا
ഏറ്റവും വലിയ ഫിലോസഫി, ഏറ്റവും വലിയ ഫിലോസഫി തിയറി. പിന്നെ മോനെ നിനക്ക് ഭാര്യയുണ്ടോ? ഉണ്ട് നബിയെ. ഈ ഇരിക്കുന്നവരിലാണ് നിന്റെ ഭാര്യയുടെ കിടപ്പറവം കിടന്നത് കണ്ടാൽ നിന്റെ പ്രതികരണമുണ്ടോ? ഞാനവനെ ഈ ഭൂമുഖത്ത് പിന്നെ വെച്ചേക്കില്ല നബിയെ. മോനെ നിനക്ക് പെങ്ങളുണ്ട്? ഉണ്ട് നബിയെ. ആ പെങ്ങള് ഒരാൾ വിചരിക്കുന്നിടത്തമാണ്. അല്ല നബിയെ, നിനക്കൊരു പൊന്നുമോളുണ്ടോ? ചെറുപ്പക്കാരാ, ഉണ്ട് നബിയെ. ആ മോളെ മറ്റൊരാൾ പ്രാപിക്കുന്നത് കണ്ടാൽ നിനക്ക് സഹിക്കുമോ? ഇല്ല റസൂലല്ലാഹ്. എന്നാല് പൊന്നുമോനെ, 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 നീ വ്യഭിചരിക്കാൻ പോകുന്നത് ഒരാളുടെ ഉമ്മയായിരിക്കില്ലേ? മറ്റൊരാളുടെ ഭാര്യയായിരിക്കില്ലേ? മറ്റൊരാളുടെ പെങ്ങളായിരിക്കില്ലേ? അതൊക്കെ വളർത്തിയ മോളായിരിക്കില്ലേ? ആ 90 റെയിൽവേ സ്റ്റേഷന് വിഭാഗത്തിന്റെ സ്വപ്നം കണ്ടു പോകുമ്പോ മനത്തിൽ കടത്തി മാനവങ്ങന്തയുടെ 1.5 കയ്യെന്ന നാട്ട് റെയിൽവേ ഭാഗത്തിരിച്ച് തിരച്ചിരച്ച സൗമ്യ ഒരു പെണ്ണായിരുന്നില്ല. ഡൽഹിയിൽ മാനവങ്ങം ചെയ്യപ്പെട്ടതും അത് ഏറോടെ പിതാവ് വളർത്തിയ മോളായിരുന്നില്ല. എന്റെ മോളെ അവര് ബലാത്സംഗം എന്ന് മാത്രമല്ല, ആ കസ്വരന്മാരെന്നെ കൊന്നുകളഞ്ഞെന്ന് പറയുന്ന അമ്മയുടെ നാട്ട് അതൊരു ഉമ്മ കട്ടപ്പെട്ട് വളർത്തുന്ന മകളാണ്. അതൊരു ഉപ്പയുടെ മകളാണ്. നീ ആരെയാണോ ആക്രമിക്കുന്നത്? അവരെ എന്തേ നിന്റെ മകള്, നിന്റെ ഭാര്യ, നിന്റെ സഹോദരിയെ, നിന്റെ ഉമ്മയെ പുനഃപ്രതിഷ്ഠിക്കാൻ നിനക്ക് കഴിയില്ലെന്ന് ലോകത്തോട് ചോദിച്ചു. കാലം കാത്തിരുന്ന പ്രവാചകൻ അലക്സാണ്ടർ പറയാൻ കഴിയില്ല, കഴിയില്ല. സോക്രട്ടീസ് ഇങ്ങനെ ഒരു തത്വം പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല, ഓപ്പണിക്കസ് പറഞ്ഞിട്ടില്ല, ഗലീലിയാക്ക് കിടന്നിട്ടില്ല, തോമസ് എല്ലിംഗന് കഴിഞ്ഞിട്ടില്ല. കാലവും ലോകവും കീഴടക്കി ലോകത്തിന്റെ ചരിത്രത്തിന്റെ ചിത്രാടനത്തിന്റെ തോടൊഴിച്ചു നബി മുഹമ്മദ് മുസ്തഫ. കാലം കാത്തിരുന്ന പ്രവാചകൻ ഇങ്ങനെയായിരുന്നു പ്രതികരിച്ചത്. കാത്തിരുന്നവരെ നിരാശരാക്കിയില്ല. വ്യഭിചരിക്കണമെന്ന് പരസ്യമായി പറഞ്ഞവനോട്, വ്യഭിചരിക്കണമെന്ന് പരസ്യമായി പറഞ്ഞവനോട് നിന്റെ തൂക്കിലേറ്റുമെന്നല്ല, നിന്റെ നെഞ്ചത്ത് കടികൊണ്ട് നടക്കുമെന്നല്ല. നിന്റെ അമ്മ, അവൾ ഒരു അമ്മയായി, പെങ്ങളായി, സോദരിയായി, കൂടപ്പിറപ്പായി, പെങ്ങളായി, മകളായി, നിന്റെ ജീവിതത്തിന്റെ സന്തുലനത്തിന്റെ താരത്ത് നിൽക്കുന്നവളാണ് പെണ്ണ് എന്ന് ലോകത്തോട് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞു ലോകത്തിന്റെ പ്രവാചകനോട്. അത് അല്ലാഹുവിന്റെ ജീവിതം, ദർശനം ലോകത്തോട്ട് കടന്നു വരട്ടെ. അല്ലാതെ ചാനൽ ചർച്ചയിൽ കയറിയിരുന്നിട്ട് പെണ്ണ് ജീൻസ് ഇട്ടാല് അവൾ പിന്നീട് പ്രശ്നമാകുമെന്ന് പറഞ്ഞു രജീന്ദർ കുമാർ. ഞാൻ അയാളുടെ പക്ഷത്താ. എനിക്ക് എന്റെ അഭിപ്രായം പറയാലോ. ഞാൻ രജീന്ദർ കുമാറിന്റെ പക്ഷത്ത് തന്നെയാണ്, അല്ലേ? അതന്നെ. ജീൻസ് ഇട്ട് ഇറുകിയ വസ്ത്രം ഇട്ടുകൊണ്ട് പെണ്ണു പോയാൽ അവൾ ഏതൊരു പുരുഷനും, എന്റെ പൊന്നു സഹോദരങ്ങളെ, പുരുഷനും ആണും പെണ്ണും തമ്മിൽ കണ്ടാൽ തിരിച്ചറിയോ? എല്ലാം മുത്തക്കീങ്ങളായിരിക്കണ ഇരിപ്പുമാക്ക്. പൊന്നമോനെ, കാന്തം ഇരുമ്പും പണ്ട് തൊട്ടേ ബന്ധമാ. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. ആണിന്റെയും പെണ്ണിന്റെയും ഇടവ് പ്രകൃതിപരമായി തന്നെ ഒരു അടുപ്പമുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആണും പെണ്ണും തമ്മിൽ പ്രകൃതിപരമായി തന്നെ ഒരടുപ്പമുണ്ട്. ആണും പെണ്ണും ഒന്നിച്ച് കണ്ടാൽ, അതുകൊണ്ടാണ് ബോധം കെടുത്തിയിട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബോധം കെട്ടിയിട്ടാണ് വാരിയൽ ഊരിട്ട് ഹവ്വ ബീവിയെ സൃഷ്ടിച്ചത്. അള്ളാന്റെ റസൂലിനെ ബോധം കെടുത്താതെ എങ്ങാനും വാരിയൽ ഊരിയെങ്കിൽ ലോകത്തൊരു പുരുഷനും പെണ്ണിനോട് സ്നേഹം ഉണ്ടാകുമായിരുന്നില്ല. കാരണം അതിനെ സൃഷ്ടിക്കാൻ ഊരിയപ്പെടൽ ഇമാതിരി വേദനിച്ചത്. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ ഹവ്വയെ സൃഷ്ടിച്ചു. ആദം നബി എഴുന്നേറ്റ് നോക്കുമ്പോ ഹവ്വ ബീവി നിൽക്കുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു? അങ്ങോട്ട് നടന്നുപോയി. ആദ്യത്തെ മനുഷ്യനെ സൃഷ്ടി എഴുന്നേറ്റ് ഒരു പെണ്ണപ്പുറത്ത് നിൽക്കുന്നു. അതൊരു സൈക്യാട്രിസ്റ്റിനെ മനസ്സിലാവും, നമുക്ക് കൊണ്ട് മനസ്സിലാവൂല. പെണ്ണിനെ കണ്ടു, നേരെ ആദം നബി അങ്ങോട്ട് കടന്നുപോയി. പോയിട്ടാണ് വെച്ചത് ഇപ്പൊ ആരായി സാധനം, അല്ലേ? അപ്പൊ ആണും പെണ്ണും തമ്മിൽ ആദ്യ സൃഷ്ടിപ്പിലെ തന്നെ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് പെണ്ണ് കേട്ട അങ്ങോട്ട് പോകേണ്ടി വന്നു. ഹവ്വാ ബീവി ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് വന്നാണ്. നമ്മളിരുന്ന് പെണ്ണ് കേട്ട അങ്ങോട്ടല്ലേ പോവാ, അല്ലേ? എന്താ മനുഷ്യന്മാരെ ദുനിയാവറിയാത്ത മാതിരി. പെണ്ണ് കെട്ടാൻ വേണ്ടി ചെറുക്കൻ ഇവിടെ നിന്ന് അങ്ങോട്ടല്ലേ പോവുക? ഓ, അങ്ങനെ അല്ലല്ലോ. അല്ലേ, ഇപ്പൊ ഒരു സ്ഥലം പറഞ്ഞു വയ്ക്കും, രണ്ടുപേരും കൂടെ അവിടെ വരവാ പതിവ്. ആ പതിവ് മാറി. ഇപ്പൊ പതിവ് രണ്ടുപേരും കൂടെ ഒരു സ്ഥലം പറഞ്ഞു വയ്ക്കും, രജിസ്റ്റർ ഓഫീസ്.
ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് അവിടെ വരെ വരാൻ മതി. അങ്ങോട്ട് പോകാൻ കാരണം ആദനെ എഴുന്നേറ്റിട്ട് അങ്ങോട്ട് പോയതുകൊണ്ടാണ്. ഹവ്വാവി നേരെ ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, ലോകത്തിന്റെ മുമ്പിൽ ഒരു മനുഷ്യനായി, മാനവനായി, മനുഷ്യനായി, മനുഷ്യനായി, മഹിതനായി ജീവിക്കാൻ കഴിയണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്തിരുന്ന കാലം എങ്ങനെ സ്വീകരിച്ചോ അതേപോലെ ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ കാലം കാത്തിരുന്ന പ്രവാചകൻ, കാത്തിരുന്ന കാലത്തിൽ മനുഷ്യൻ മാത്രമാ അള്ളാഹ് റസൂലിനെ കാത്തിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹ ഓടിച്ചെന്ന് സ്വീകരിച്ചു. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഓടിച്ചെന്ന് സ്വീകരിച്ചു. കാരണം അവരൊക്കെ കാത്തിരിക്കുകയായിരുന്നു. മക്കാ കുഫാറുകളോട് അവർക്ക് എന്താ ചൂട്, മഴ പെയ്യുന്ന ചൂട് കൂടി തോന്നല്ലേ. നിങ്ങൾക്ക് ചൂടെടുക്കണ്ട. ഇപ്പോഴാണ് വാത് പറയാൻ ഏറ്റവും കഷ്ടം. ചൂടെടുത്തിട്ട് വാതൊന്നും കുഴഞ്ഞു പോകും ശരീരം. ഏറ്റവും വാത് പറയാൻ കഴിയാത്ത ഒരു സമയം ഇപ്പോഴാണ്. കുഴഞ്ഞു ഒരു മണിക്കൂറൊക്കെ ആവുമ്പോൾ ശരീരം പുഴുങ്ങി ചുമ്മാ ഇരിക്കണവനെ കൊണ്ട് പറ്റും. അള്ളാഹു നന്നാക്കി തരട്ടെ. അള്ളാഹു നല്ല ആരോഗ്യം നൽകട്ടെ. ആദരവായ പ്രവാചകനെ കാലം കാത്തിരുന്ന പ്രവാചകനെ കാത്തിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ഖദീജ ഓടിച്ചെന്ന് സ്വീകരിച്ചു. അബൂബക്കറെ കാത്തിരുന്നു റളിയല്ലാഹു അൻഹു ഓടിച്ചെന്ന് സ്വീകരിച്ചു. അറേബ്യൻ നാട്ടിൽ മാത്രമല്ല സാമ്രാജ്യത്തിന്റെ നടുവിനെ കാത്തിരുന്നു. പാതിരിയാണ് പറഞ്ഞത് ചുവന്നു തൊടുത്ത സൽമാനോട്, സൽമാനെ 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 നീ സത്യമന്വേഷിച്ച് നടക്കുകയാണോ? അതേ പുരോഹിതരെ. എന്നാൽ മക്കയിലെ പ്രവാചകൻ വന്നിട്ടുണ്ട്. ആ പ്രവാചകൻ സത്യമാണോ എന്ന് തിരിച്ചറിയാൻ എന്താണ് മാർഗമെന്ന് ചോദിക്കുമ്പോ ആ സമയത്താണ് പറഞ്ഞത് രണ്ടടയാളം പടച്ചു കൊടുത്തു. അള്ളാന്റെ റസൂലിനെ മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. യഥാർത്ഥത്തിൽ ഡൽഹിയിലൊക്കെ പാർലമെന്റിലൊക്കെ ഏറ്റവും കൂടുതൽ പെൺമാണിപ്പം നടന്നപ്പോ ഏറ്റവും കൂടുതൽ പുഴങ്ങിക്കെട്ട ശരീരത്തിനെ കുറിച്ച്, ആ ചർച്ച ശരീരത്തിനെ കുറിച്ചാണ്. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഡൽഹിയിൽ ആ പെണ്ണിനെ മാനഭംഗം ചെയ്ത് കൊന്നപ്പോ എല്ലാവരും ഒറ്റ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു പെണ്ണിനെ മാനഭംഗം ചെയ്ത് കൊന്നാന്ന് തോന്നുന്നു. ആ കോലാഹലം കേട്ട എന്തായിരുന്നു ബഹളം? ഇതിനു മുമ്പ് ചെയ്തതൊന്നും പെണ്ണല്ലാന്ന് തോന്നിപ്പോകും. ആ കാലഘട്ടത്തിൽ ഡൽഹിയിലുണ്ടായ ഏറ്റവും വലിയ വിവാദങ്ങൾ വൈകുന്നേരം സിനിമ കഴിഞ്ഞ് കാവ് കണ്ട കൂടെ പോയ പെണ്ണ് ആരോ കൂടെ വൈകുന്നേരം പശോ കഴിഞ്ഞ് ഡൽഹി നഗരത്തിലൂടെ കാവ് കണ്ട് കൈപിടിച്ചു പോയ പെണ്ണിനെ കാമപ്പുഴക്കൂത്തുകൂടിയ കുറെ കാട്ടാളന്മാരെ കൈകാര്യം ചെയ്തപ്പോ അതുകൊണ്ടുതന്നെ നമ്മുടെ രാജ്യത്തെ കാലുഷ്യ കലാപത്തിലേക്ക് മാറ്റിയപ്പോ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ റൈസിനാഹിലിന്റെ താഴെ രാഷ്ട്രപതി ഭവനിന്റെ താഴെ ആയിരക്കണക്കിന് ഫെമിനിസ്റ്റുകളും വിദ്യാർത്ഥികളും ഇറങ്ങുമ്പോ നമുക്ക് തോന്നാണല്ലേ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആദ്യമായിട്ട് നടന്ന മാനഭംഗമാണെന്ന്. പാതിരാ സമയത്ത് കാമുകന്റെ കൂടെ സിനിമയും കഴിഞ്ഞു പോയ പെണ്ണിനെ മാനഭംഗം ചെയ്തപ്പോ പുറത്തു വന്നവരാരും അറിഞ്ഞില്ലയോ? ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ മുമ്പിലൂടെ പട്ടാപ്പകൽ സ്വന്തം ഭർത്താവിന്റെ കൂടെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോ, ഗവൺമെന്റ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോ ബലമായി പാതിവടിയിൽ പിടിച്ചടക്കിക്കൊണ്ടുപോയി വിശാലമായ മരുഭൂമിയിൽ കൊണ്ടുപോയി പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് 20ഓളം പേര് കൂട്ടമായി ബലാത്സംഗം ചെയ്ത് അരനെന്ന് നിലവിലെക്കുന്ന പാവപ്പെട്ട ഭർത്താവിനെ കടന്നു പിടിച്ച് പെട്ടോളടിച്ച് തീ കൊടുത്ത് കത്തിക്കരിച്ച് ചാമ്പലാക്കി അവസാനം തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരു പിടിച്ചാരമായി നിൽക്കുന്നത് കണ്ടപ്പോ മാനം നഷ്ടപ്പെട്ട് മാറുമറക്കാടിലാണ് പാവപ്പെട്ട കൗസർ ബാനു എന്ന പെണ്ണ് കാത്തു നിൽക്കുമ്പോ ആ പെണ്ണിനെ മരുഭൂമിയിൽ എവിടെയോ തീയടിച്ചിട്ട് കത്തിക്കരിച്ച് ചാമ്പലാക്കി വലിച്ചെറിഞ്ഞപ്പോ ഗുജറാത്തിലെ കൗസർ ബാനു പെണ്ണായിരുന്നില്ലേ? സംരക്ഷണം ആഗ്രഹിച്ച് പട്ടാള ക്യാമ്പിലേക്ക് ഓടി ചെല്ലുമ്പോ പട്ടാള ക്യാമ്പിൽ നിന്ന് ക്രൂരമായി മാനഭംഗം ചെയ്യപ്പെട്ട് കൈയും കാലും വെട്ടിയെറിയപ്പെട്ട് പട്ടാള ക്യാമ്പിൽ നിന്ന് വലിച്ചെറിയപ്പെട്ട കാശ്മീരിലെ മാലികാബീഗം പെണ്ണായിരുന്നില്ലേ? നിരാകർപ്പണിയായി മലഞ്ഞു വീടുമ്പോ മലത്തി കിടത്തി ശരീരത്തിൽ കിടന്ന കുഞ്ഞിനെ മൂർച്ചയുള്ള ആയുധം കൊണ്ട് കൊത്തിയെടുത്ത് വലിച്ചെറിഞ്ഞ പെണ്ണിനെ വയറ് കീറിയ പെണ്ണിനെ മലത്തി കിടത്തി മാനം വലിച്ചു കീറുമ്പോ ഗുജറാത്തിലെ പെണ്ണ് പെണ്ണായിരുന്നില്ലേ?
നാം പറയുന്നു എല്ലാ പെണ്ണും പെണ്ണ് തന്നെയാണ്. കൗസർ ബാനുവാകട്ടെ, ഷൊർണൂരിലെ സൗമ്യയാകട്ടെ, പാലയിലെ നാൻസിയാകട്ടെ, ഏതൊരു പെണ്ണും പെണ്ണാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഒരു പെണ്ണിന് വേണ്ടി മാത്രം നിലനിൽക്കുന്നവനല്ല യഥാർത്ഥ മനുഷ്യരെന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത പ്രവാചകനായിരുന്ന നബിയുനാ റസൂലുള്ളാഹി. കേട്ടവർക്ക് ഇതൊന്നും പെണ്ണായിരുന്നില്ല. ഇതിനു മുമ്പ് ഒരു മാനഭംഗം നടന്നിട്ടില്ല. കാശ്മീരിൽ മാത്രം 47 ശേഷം 42,000 പെണ്ണുങ്ങളെയും ആണുങ്ങളെയും കാണാനില്ല. എവിടെ പോയി? കാശ്മീരിൽ കണക്കില്ല. 42,000 യുവതികളെയും യുവാക്കളെയും കാണാനില്ല. എവിടെ പോയി? മണ്ണുമാന്തിയാൽ കാണുമോ? അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രവാചകനെ തിരിച്ചറിയുവാനും ആ ആദർശത്തെ ലോകത്തോട് പറയുവാനും, യുദ്ധത്തിൽ കുറെ കുട്ടികളും സ്ത്രീകളും കൊല്ലപ്പെട്ടെന്നറിഞ്ഞപ്പോ പ്രവാചകർ കരഞ്ഞുവത്രേ. നബി, അത് നമ്മുടെ സമുദായത്തിൽപ്പെട്ടതല്ല, എങ്കിലും അതൊരു മനുഷ്യരല്ലേ എന്ന് ചോദിച്ച പെണ്ണ് മനുഷ്യനാണോ? അവളുടെ ജാതിയല്ല, മതമല്ല, ദേശമല്ല, വർണ്ണമല്ല, ഭാഷയല്ല, വർഗമല്ല. പ്രധാനമെന്ന് ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്തു നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ കാണാനാണ് കാത്തിരുന്ന പേർഷ്യയിൽ ഒരു മനുഷ്യൻ. പെട്ടെന്ന് നോക്ക്, മനുഷ്യൻ നോക്ക്. നമുക്ക് പ്രവാചകനെ കാത്തിരുന്ന ലോകത്തിന് ഓടാൻ കഴിയാം. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. സൽമാൻ എന്ന ചുവന്നു തുടുത്ത, ആപ്പിളിന്റെ നിറമുള്ള, തക്കാളി പോലെ തുടുത്ത ആ ചെറുപ്പക്കാരനോട് പാതിരി പറഞ്ഞു, ആ പ്രവാചകൻ സത്യമാണോ എന്നറിയാൻ രണ്ടടയാളമേ ഉള്ളൂ. ഒന്ന്, അദ്ദേഹം സദക്ക സ്വീകരിക്കുകയില്ല, ഹദിയ മാത്രമേ, സംഭാവനയെ സ്വീകരിക്കൂ, സദക്ക സ്വീകരിക്കും, സമ്മാനമേ സ്വീകരിക്കൂ, സദക്ക സ്വീകരിക്കും. രണ്ട്, ആ പ്രവാചകന്റെ വലത്തെ തോളിൽ ഖത്തിമുൻ നുബുവ, അവസാന പ്രവാചകത്വത്തിന്റെ അടയാളമുണ്ടാവും. വലത്തെ തോളിൽ സൽമാൻ എന്ന ചെറുപ്പക്കാരൻ സായിപ്പ് നടന്നു. മോനെ, സായിപ്പ് അന്വേഷിച്ച് അറേബ്യയിലേക്ക് വന്നു. നമ്മൾ ഇവിടെ നിന്ന് അന്വേഷിച്ച് സായിപ്പിനെ കാണാം. നമ്മൾ നേരെ തിരിച്ചിട്ട. വെളിച്ചം വരുന്നത് പടിഞ്ഞാറ് നിന്നാണ്. വെളിച്ചം വരുന്നത് പടിഞ്ഞാറ് അല്ലേ? അത് ഞാൻ പറയുന്നത് എന്താണ് സമയനാവാത്ത? വെളിച്ചം പറഞ്ഞ പടിഞ്ഞാറ് നിന്ന്. വെളിച്ചം രാവിലെ പറഞ്ഞ ഇവിടെ നിന്നാ കിഴക്കുന്ന. നമ്മൾ നോക്കുന്നത് പടിഞ്ഞാറിന്റെ ശൈലിയാണ്. നമുക്കിഷ്ടം പടിഞ്ഞാറിന്റെ സംസ്കാരം, പക്ഷെ വെളിച്ചം വരുന്ന സംസ്കാരം കിഴക്കിന്റേതാണ്. നമ്മൾ കിഴക്കിൽ നിന്ന് പടിഞ്ഞാറോട്ട് പോകുമ്പോൾ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് വന്നു ഒരു വെളുത്ത സാഹിബ്. എന്റെ പൊന്നു സഹോദരങ്ങളെ, സൽമാൻ ഖാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാര. ലോകത്തിലെ 4ാമത്തെ ഹാൻസം അല്ലേ സൽമാൻ ഖാൻ? അല്ലേ? എന്താ ചെറുപ്പക്കാരും വേണ്ടാത്തല്ലേ? എല്ലാവരും മുത്തക്കിങ്ങളാ. എല്ലാവരും മുത്തക്കിയാണ് ജാരിയിരിക്കുമ്പോൾ. 6 പായ്ക്ക് 8 പായ്ക്കൊക്കെ പിള്ളേരൊക്കെ 6 പായ്ക്കൊക്കെ ഇവിടെ 6 പായ്ക്കുള്ള പിള്ളേരൊന്നും കാണുന്നില്ല. ഉണ്ട് നീയാ 6 വാഴപ്പിണ്ടി എടുത്ത് ഇവിടെ വെട്ടി വെക്കാം. 6 പായ്ക്ക് ആകും. വാഴപ്പിണ്ടിയുടെ അത് ട്യൂബ് മാത്രമേ കാണാം. അത് 6 വെട്ടി അപ്പുറം ഇപ്പുറം വെച്ചാവും. കണ്ട കാലം പോലും കരഞ്ഞു ഓൻ പറയാം, ഞാൻ 6 പായ്ക്കാകും. സൽമാൻ ഫാരിസി മദീനയിലെത്തി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പള്ളിയുടെ ചാരത്ത് വന്നു. കാണുമ്പോഴതാ ശുഭ്രവേശ വസ്ത്രധാരികളായി ഈത്തപ്പനമരത്തിന്റെ ഓരവണ്ട് ചാരി വെച്ച 10 മുഴം നീളമുള്ള കൊച്ചുകുടിലിന്റെ നാട്. അതാ സൂര്യതേജസ്സിനേക്കാൾ വരുന്ന തേജസ്സുമായി, പ്രകാശത്തിന്റെ പരിരംഭണ ഗോപുരമായി വിലസുന്ന പ്രവാചകന സൽമാൻ എന്ന ചെറുപ്പക്കാരൻ കണ്ട് സായിപ്പിന്റെ മകൻ, പേർഷ്യക്കാരന്റെ മകന് ഒരാള് വന്ന് കുറെ കാലൊക്കെ കൊടുത്തു. ഇത് സദക്കയാണോ? നായകന്റെ വാക്ക്, ഇത് സദക്കയാണ് നബിയെ. ഇന്നാരാണ് നോക്കുന്നു സദക്ക. ഞങ്ങളുടെ സദക്ക കഴിക്കുന്നവരല്ല പോയിക്കൊള്ളുക, എടുത്തുകൊണ്ട് പോയിക്കൊള്ളുക. ആ സമയത്താണ് കുറെ കഴിഞ്ഞപ്പോ ഒരനിയായി കൊണ്ടുവന്ന് കൊടുത്തു കുറെ കാരക്ക. ഇത് സദക്കയാണോ ഹദിയയാണോ? ഇത് ഹദിയാണ് നബിയെ. അല്ലാഹുവിന്റെ റസൂൽ തിന്നു. അടുത്തിരുന്നവർക്ക് ഓരോന്നോരോന്ന് വീതിച്ചു കൊടുത്തു. സൽമാൻ ഒരടയാളം കിട്ടി സദക്ക തിന്നുകയില്ല, ഹദിയ മാത്രമാണ് തിന്നുക. രണ്ടാമത് കാത്തിരുന്നു വരത്തേച്ച് മനിയുടെ വെളുത്ത നക്ഷത്രം ഖാതമുൻ നുബുവ, അവസാന പ്രവാചകത്വത്തിന്റെ അടയാളങ്ങളാൻ കാത്തിരുന്നു. അന്നത്തെ ദിവസം കാണാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂൽ വെളുത്ത പുതപ്പ് പുതച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ദിവസവും കാത്തിരുന്നു. ആ വരത്തേത്തോടെ പുതപ്പ് മാറുമോ? അടയാളം കാണാൻ കഴിയുമോ? സജ്ജവിശ്വാസം പുലുകാൻ കഴിയുമോ? ഒന്നും കാണാൻ കഴിഞ്ഞില്ല. കുറെ ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സ് സൽമാൻ എന്ന ചെറുപ്പക്കാരൻ ആരും അറിയാതെ കാത്തിരുന്നു. ആ വെള്ളത്തുണി ഒന്ന് മാറുമോ? ഹാത്തമണ്ണ് പോലൊന്ന് കാണുമോ? ആഗ്രഹത്തോടെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ മെല്ലെ വലത്ത് കൈ കൊത്തിയിടുന്നേറ്റമത്രേ. ആ സമയത്ത് വലത്തെ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ വെളുത്ത പുറപ്പൊന്ന് മെല്ലെ താഴുമോ?
ഫാരിസി ചാടിയടനേറ്റ സദസ്സിന്റെ ഇടവേളന്ന് സൽമാൻ ഫാരിസി ചാടിയടനേറ്റ് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ വലത്തെ തോളിന്റെ ഭാഗത്ത് വെളുത്തളയിൽ ഒരു പ്രാവിന്റെ മുട്ടയുടെ വലുപ്പത്ത് സൽമാൻ കണ്ടുപോലെ കാത്തു വന്നുപോ സാരത്തിന്റെ മുകളിലൂടെ സന്തോഷത്തോടെ തുറച്ചാറ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലോട്ട് വരുമ്പോ പരിചിതനല്ലാത്ത ചെറുപ്പക്കാരെ സദസ്സിൽ നിന്ന് ചാടി വരുമ്പോ സഹാബത്ത് ഊരിപ്പിടിച്ച ഭാഗമായി സൽമാനെ കടന്നു പിടിച്ചു. കൈകൾ മുഴുവനും കുടഞ്ഞിരുന്നേറ്റ് കാലത്തിന്റെ മുമ്പിൽ കാത്തിരുന്ന പ്രവാചകനല്ല, കാത്തിരിപ്പിന്റെ ഒടുവിൽ വന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ വലത്തെ തോളിൽ പോയി കെട്ടിപ്പിടിച്ചു. നബിയേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. കാത്തിരുന്ന പ്രവാചകനെ കണ്ടപ്പോ സ്വന്തം ശരീരത്തോട് കെട്ടിപ്പിടിച്ച് പരിരംഭണം നേട്. പിന്നെ ഇസ്ലാമിക ലോകത്തിന്റെ അടയാളമായോ എന്റെ പ്രിയപ്പെട്ട പൊന്നു ചെറുപ്പക്കാരാ, നിന്നേക്കാൾ വലിയ സൗന്ദര്യമുള്ള, നിന്നേക്കാൾ വലിയ ഹംസമായ, ചുവന്നു കൊടുത്ത യൂറോപ്പനായ ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. അതിനെന്തു വേണം? നമ്മളും അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് മാറണം. നമ്മളും അല്ലാഹുവിന്റെ റസൂലിനെ കാത്തിരുന്ന് കിട്ടിയ ഒരു നിധി എങ്ങനെ സ്വീകരിക്കുമോ അങ്ങനെ ആവാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ആവണം. എങ്ങനെ ആവണം? അല്ലാഹുവിന്റെ റസൂലിനെ കാത്തിരുന്ന ജനത എങ്ങനെ സ്വീകരിച്ചോ നമ്മൾ കാത്തിരിക്കുകയാണ് ഈ ലോകത്ത്. നബിയെ അങ്ങല്ലാതെ അങ്ങല്ലാതില്ല നബിയെ, അങ്ങാണ് ഏറ്റവും വലുത്. അല്ലാഹുവിന്റെ റസൂലിനെ അങ്ങോട്ട് സ്നേഹിക്കണം. എങ്ങനെ? നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടാകേണ്ടത് ആരോടാ? അസ്മായോട്. ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടാകേണ്ടത് ആരോടാ? പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് പരമാർത്ഥം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ആരെയാ? ഉമ്മയെ അല്ലേ? പക്ഷെ ഉമ്മയെ സ്നേഹിക്കുന്നത് പാപമാണ്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാ? ഉമ്മയോടാ. ഉമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാ? നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉമ്മയോട്. ഉമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാ? പാപ്പായോടാ. പാപ്പയോടല്ല മോനെ, നമ്മളോടാ. നമ്മളോടാണ്. ഉമ്മയ്ക്കല്ലേ യഥാർത്ഥ സ്നേഹം. അതുകൊണ്ട് 9 മാസവും 9 ദിവസവും ഗർഭാശയത്തിലിട്ട് വല്ലാതെ ഉമ്മ തളരിക്കുമ്പോ ഉമ്മ പറഞ്ഞില്ല, എടാ മോനെ നീ കിടക്കുന്നത് കണ്ടല്ലേ എനിക്ക് തളർച്ച വന്ന്. ജീവിതത്തിൽ ഗർഭിണിയായി ഉമ്മ നടക്കുമ്പോ ആ സമയത്തുമ്മ വല്ലാതെ കരഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉമ്മയുടെ കരച്ചിലാരും വെളിയിൽ കേട്ടിട്ടില്ല. അവസാന സഹോദരങ്ങളെ ഗർഭാശയത്തിലെത്തിയ വല്ലാതെ തളരുണ്ടാകുമ്പോ ഗർഭസ്ഥകാലത്തിന്റെ ഉമ്മ വല്ലാതെ കട്ടപ്പെട്ട് കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ഉമ്മയുടെ കരച്ചിലിന്നേവരെ ആരും വെളിയിൽ കേട്ടിട്ടില്ല. ലേബർ റൂമിന്റെ ഉള്ളിലോട്ട് കയറിയുമ്പോ നമ്മളെ പ്രസവിക്കുമ്പോ പ്രസവവേദന എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ 140 അസ്ഥികൾ ഒരേ സമയത്തൊടിഞ്ഞാൽ ഏത് വേദനയാണോ അതാണ് പ്രസവവേദനയെന്ന്. ശരീരത്തിലെ 140 എല്ലുകൾ ഒരേ സമയത്തൊടിഞ്ഞാൽ ഏത് വേദനയാണോ ആ വേദനയാണ് പ്രസവത്തിന്റെ വേദന. ആ വേദന സഹിക്കുമ്പോൾ വെളിയിൽ നിന്നത് കേട്ടത് ഉമ്മാന്റെ നിലവിളിയല്ല, പ്രസവിക്കപ്പെട്ട് നമ്മുടെ നിലവിളിയാ. ആ സമയത്ത് 140 എല്ല് തുടങ്ങുന്ന വേദനയിൽ പ്രസവിക്കുമ്പോൾ ഉമ്മ നീ കരഞ്ഞിട്ടില്ലല്ലോ, കരഞ്ഞെങ്കിലും നിന്റെ ശബ്ദം വെളിയിൽ കേട്ടില്ലല്ലോ. കുറെ നാള് കട്ടപ്പെട്ട് വളർത്തി അല്ലാഹുവേ ഉപ്പയില്ലാതെ ഈ മക്കളെ ഞാൻ എങ്ങനെ വളർത്തുമെന്ന് പറഞ്ഞ് 2 കൈയിട്ടിട്ട് മക്കളെ മുഖത്തോട്ട് നോക്കുമ്പോ ഉമ്മയുടെ മുഖത്ത് ഞാൻ കണ്ണുനീര് കണ്ടു. പക്ഷേ ഉമ്മയുടെ കരച്ചിലിന് ശബ്ദമുണ്ടായില്ല. അവസാനം വളർത്തി കട്ടപ്പെടുമ്പോ എന്റെ മക്കൾ കാരണമെന്ന് ചിന്തിച്ചു. പാതിരാ സമയത്ത് അധ്വാനം കഴിഞ്ഞ് പൊട്ടിക്കരയുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോഴും ഞങ്ങൾ ഉമ്മയുടെ കണ്ണുനീരെ കണ്ടിട്ടുണ്ട്. ഉമ്മയുടെ കരച്ചിലിതേവരെ കേട്ടിട്ടില്ല. ഉമ്മയ്ക്കല്ലേ സ്നേഹം കൂടുതൽ. അവസാനം വളർന്ന് ആദ്യമായി എന്റെ മകനൊരു കനക കിരീടം എന്റെ തലയിൽ വെച്ചവരോ സന്തോഷം കൊണ്ട് കരഞ്ഞു. അപ്പോഴും കരച്ചിൽ വെളിയിൽ കേട്ടില്ല, ശബ്ദം കേട്ടില്ല.
വളർന്നു വളർന്നൊരു പെണ്ണിന്റെ കൈ പിടിച്ച് ജീവിതത്തിലേക്ക് വരുമ്പോ കട്ടപ്പെട്ട മകളുടെ നല്ല ജീവിതം തുടങ്ങണേ എന്ന് നിശബ്ദമായി പ്രാർത്ഥിച്ചു ഉമ്മ കല്യാണ വീട്ട്. അപ്പോഴാ കണ്ണുനീരൊഴുകുന്നതേ കണ്ടോ. 10-27 വർഷം കൈവല്യം പോലെ കാത്തു സൂക്ഷിച്ച കൺമണി മറ്റൊരു പെണ്ണിന്റെ കൈ പിടിച്ച് ജീവിതം തുടങ്ങുമ്പോ മാറി നിന്ന് കരഞ്ഞു ഉമ്മ. അപ്പോൾ കണ്ണുനീരെ ഒന്നുള്ള ശബ്ദം കേട്ടില്ല. കുഞ്ഞുങ്ങളുണ്ടായി. ആ കുഞ്ഞുങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളെ വാത്സല്യത്തിന് മടിയിലെടുത്ത് താഴോട്ടുന്നു. അപ്പോഴും ഉമ്മയുടെ കണ്ണിന്റെ കോണുകളെ കണ്ണുനീരാണ് സന്തോഷത്തിന്റെ അസുഖന്തൊക്കെ. അപ്പോഴും ഉമ്മയുടെ കരച്ചിൽ കേട്ടില്ല. ജീവിതത്തിന്റെ പ്രയാസങ്ങൾ കാണുമ്പോ അന്നും പൊട്ടിക്കരഞ്ഞു എന്റെ മക്കൾ. ചെറുപ്പത്തിലും കട്ടപ്പാട്, മുതിർന്നപ്പോഴും കട്ടപ്പാട്. അപ്പോഴും പൊട്ടിക്കരഞ്ഞു. പക്ഷേ സത്യം കേട്ടിട്ടില്ല. എല്ലാം കഴിഞ്ഞുള്ള ഈ ഒരു അവസ്ഥ വരുമ്പോ ഈ പുരുഷാരത്തെ കാണുമ്പോ അപ്പഴും കരഞ്ഞു ഉമ്മ. കട്ടപ്പെട്ട് വളർത്തിയത് പാടായില്ലല്ലോ. എന്റെ മക്കൾ എനിക്ക് 10,000 ദുആ ഒരു ദിവസം വാങ്ങി തന്നല്ലോ. അപ്പഴും കരഞ്ഞു. പക്ഷേ കരച്ചിലിന് ശബ്ദമുണ്ടായില്ല. പക്ഷേ ഉമ്മ ഒരു ദിവസം ഉറക്കെ കരഞ്ഞു. ഉമ്മയുടെ മുമ്പിലാണ് പറഞ്ഞത്. ആ ഉമ്മ കാത്തിരിക്കുമ്പോ പാതിരാത്രി വന്നത് എന്ന മകനെ കാത്തിരിക്കുമ്പോ ഉമ്മയുടെ മുമ്പിലാണ് 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ മകന്റെ മയ്യത്ത് കൊണ്ടുവന്ന് വെക്കുന്നത്. ഭാര്യ മക്കളെ പൊട്ടിക്കരയാൻ തുടങ്ങി. അരുമക്കിടാങ്ങൾ വാപ്പയേറിലെ കൊന്ന് അതിനുത്തരം ചെയ്യാടന്ന് നീ കിടക്കുന്നേ. വാപ്പാ വാപ്പാന്ന് മക്കളെ വിളിച്ചുറക്കെ കരയുന്നുണ്ട്. ഭാര്യ നിലവിലെ കൊന്നുണ്ട്. മരണ വീട്ടിൽ കേൾക്കുന്ന നിലവില് ഏറ്റവും വലിയ ശബ്ദത്തിലെ ഭാര്യ മക്കളുമാ. അപ്പോഴും ഉമ്മയുടെ കരച്ച് ഏതോ മുറിയുടെ മൂലയിൽ വാങ്ങിയിരുന്നിട്ട് ഉമ്മ കരയാൻ തുടങ്ങി. ശബ്ദം കേട്ടില്ല. പിന്നീടാണ് ആരോ പറഞ്ഞത് മയ്യത്തടക്കാൻ പോവുകയാണ്. ഇനി കാണേണ്ടവര് കണ്ടുകൊള്ളുക. വെള്ളത്തുണി മുഖത്തു വീണു. 4 പേര് താങ്ങിയെടുത്തു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. വീടിന്റെ സ്റ്റെപ്പ് ഇറങ്ങിയപ്പോ അന്നാണ് ഉമ്മയുടെ കരച്ചിൽ ഉച്ചത്തിൽ കേട്ടത്. ആ സമയത്താണ് വീടിന്റെ മുറിയിൽ നിന്നൊരു ശബ്ദം കേട്ടത്. ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോയോ കാണലെന്നാ നിന്നെ. ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോയോ കാണലെന്നാ നിന്നെ. കൺമണിയെ പോവുകയാണോ? മുത്തം കൊടുത്ത മുഖമിനി മണ്ണിൽ മറയുകയാണോ? നിന്റെ മുകളിലേക്ക് കല്ലും മണ്ണും വന്ന് വീഴുകയാണോ? കൺമണിയെ ഇനി എന്നാ കാണുക? കൺമണിയെ ഇനി എന്നാണ് മുത്തം തരിക? എന്റെ ഗർഭാശയമെന്ന ഇരുട്ടിൽ നിന്ന് വന്ന നീ ഒരു മറ്റൊരു ഇരുട്ടിലേക്ക് പോവുകയാണോ? എനിക്ക് പറയണമെന്നുണ്ട് ഉമ്മ, കരയണ്ട. ഹശരമേ ഫിർമിലേ ഗേ മേരേ ദോസ്തോ. നമ്മളിനി പരലോകത്ത് കാണുമെന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ തൊണ്ടക്കുടിയിൽ വെള്ളം വറ്റിപ്പോയല്ലോ. ആ സമയത്താണ് ഉമ്മയുടെ കരച്ചിൽ. ഉമ്മയ്ക്കല്ലേ സ്നേഹം കൂടുതൽ? ആ ഉമ്മയല്ലേ സ്നേഹിക്കേണ്ടത്? ആ ഉമ്മയല്ലേ സ്നേഹിക്കേണ്ടത്? പക്ഷെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ ഉമ്മയെ സ്നേഹിക്കൽ ചില സമയത്ത് പാപമായി മാറും. ഈ ഉമ്മയെ അള്ളാഹുർക്ക് ആരോഗ്യത്തിന് ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആ ഉമ്മയെ സ്നേഹിക്കൽ ചില സമയത്ത് എന്താവും? പാപമാകും. എപ്പോ അറിയില്ല. ഉമ്മയെയും വാപ്പയെയും സ്നേഹിക്കൽ പാപമാവും. എപ്പോ? ചിന്തിക്കും മനുഷ്യന്മാരെ. എപ്പോ? കൊല്ലിൻകാന ആപാവക്കും അഭിനവക്കും യുവാനുക്കും അസവാനുക്കും വാശികത്തുക്കും അമ്മാനടിക്കത്തറത്തുമോ وتجارة تخشون كسادها أحب إليكم من الله ورسوله. നിങ്ങൾക്ക് ജന്മം നൽകിയ ഉമ്മയോട് സ്നേഹം, ഉപ്പയോട് സ്നേഹം, നിങ്ങൾ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുന്ന മക്കളോട് സ്നേഹം, ആ സ്നേഹം അഹബ്ബയിലേക്കും മിനല്ലാഹി വറസൂലിഹി. അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള ആദരവായ റസൂലുള്ളാഹിയോടുള്ള സ്നേഹത്തേക്കാൾ അധികമായ
കേൾക്കുന്നതൊരു പ്രധാന നിന്റെ ഉമ്മയോടുള്ള സ്നേഹം റസൂലുള്ളാഹിയോടുള്ള സ്നേഹത്തെക്കാൾ അധികമായി പോയാൽ അവൻ ഫാസിക്കാണ് ഫാസിക്കാണ് എറും ഫാസിക്കല്ല അവൻ ഹിദായത്ത് കിട്ടാത്ത ഫാസിക്കാണെന്ന് വെറും ഫാസിക്കല്ല വെറും കുറ്റവാളിയല്ല അവൻ ഹിദായത്ത് കിട്ടാത്ത ഫാസിക്കാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഉമ്മയെക്കാളും വാപ്പയെക്കാളും സ്നേഹിക്കണം. അതുകൊണ്ടല്ലേ നമ്മൾ പറഞ്ഞത് അന്താ ഉമ്മുന അമാബു മറൈനാ ഫീഹിമാ മിസ്ല ഹുസ്നിക കത്തൂറാ സയ്യിദി ഖൈറൻ നബിയ സയ്യിദി ഖൈറൻ നബി. ഞങ്ങളുടെ ഉമ്മയെക്കാളേറെ വാപ്പയെക്കാളേറെ അഹബ്ബയിലൈക്കും മിനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം കുറഞ്ഞു പോയാ എന്തേ ചെറുപ്പക്കാരെ മനസ്സിലാക്കുന്നില്ല? പാപമാണ് സമയത്ത് ഉമ്മായോടും വാപ്പയോടുള്ള സ്നേഹം റസൂലുള്ളാഹിയോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതലായാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് അത് പാപമായി മാറും. അതുകൊണ്ടാണ് കാലത്തിന് കാത്തിരുന്നവര് മുഴുവനും അല്ലാഹുവിന്റെ റസൂലിനെ അങ്ങനെ സ്നേഹിച്ചത്. കാത്തിരുന്നു. മനുഷ്യര് മാത്രമല്ല, ജിന്നുകളെ കാത്തിരുന്നു. എല്ലാം പറയാൻ സമയമില്ല. മാമയിലുകൾ, മാമലകൾ, എല്ലാം മാമരങ്ങൾ എല്ലാം കാത്തിരുന്നു. മാൻപേട കാത്തിരുന്നു, ആട് കാത്തിരുന്നു. അള്ളാന്റെ റസൂല് പോയി അബൂലഹബിന്റെ വീട്ടിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂലഹബ് മുസ്ലിമാവ്. ഖുർആൻ കേട്ടിട്ട് മുസ്ലിമാവണം, നന്നാവണമെങ്കിൽ ആര് നന്നാവണം? ഖുർആൻ കേട്ടിട്ട് നന്നാവണമെങ്കിൽ ആര് നന്നാവണം? എന്ത് തിരുപ്പായി! ആ അബൂലഹബ് നന്നാവണം. 16 വർഷക്കാലം അള്ളാന്റെ റസൂല് ഖുർആൻ ഓതുന്നത് അടുത്തിരുന്ന് കേട്ട ആളാ അബൂലഹബ്. തൊട്ടയൽപക്കക്കാരനാ ആര്? അതാണ് അബൂലഹബ്. അബൂലഹബ് നന്നായിരുന്നെങ്കിൽ ഖുർആൻ കേട്ടിട്ട് നന്നാവണമെങ്കിൽ ആര് നന്നാവണം? അബൂലഹബ് നന്നാവണം. 16 വർഷം കേട്ടു. ആര്? അബൂലഹബ്. നന്നായില്ല. ജുബൈർ ബിൻ മുത്തഈം മക്കയിലേക്ക് വന്നു. എവിടെ പോവുക? കഅബയിലോട്ട് പോവുക. അബൂലഹബ് പറഞ്ഞു അവിടെ ഇരുന്നിട്ടൊരു പഹയൻ ഖുർആൻ ഓതുന്നുണ്ട്, കേക്കല്ലേ, കേട്ട പിഴച്ചു പോകും. അതുകൊണ്ട് ചെവിയിൽ വിരൽ കുത്തിയിട്ട് പോകാൻ പറഞ്ഞു ജുബൈർ ബിൻ മുത്തഈം എന്ന ക്രിസ്തീയ പാതിരിയോട്. ആരോട്? ജുബൈർ ബിൻ മുത്തഈമിനോട്. ജുബൈർ ബിൻ മുത്തഈം കഅബാലയത്തിന്റെ മത്താഫിന്റെ അടുക്കലൂടെ പോയി വിരൽ ഇങ്ങനെ കുത്തിയിട്ട്. എങ്ങനെ? കേക്കരുത്. ആ സമയത്താണ് കഅബാലയത്തിന്റെ മത്താഫിലിരുന്നിട്ട് ഖുർആൻ ഓതുന്നത്. കിതാബിന് പേരക്കിന് മനുഷ്യോ അള്ളാന്റെ റസൂല് സൂറത്ത് തൂറോടുകയാണ്. 2 വിരലുകൊണ്ട് കൊത്തിക്കേറ്റിയിട്ടും റസൂലുള്ളാഹിയുടെ ഖുർആൻ പാരായണം ജുബൈർ ബിൻ മുത്തഈമിന്റെ വിരലിന്റെ ഇടയിലൂടെ ചെവിയിൽ കയറി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തു. ജുബൈർ ബിൻ മുത്തഈം വിരലിന്റെ ഇടയിൽ കയറി. ഒറ്റ പ്രാവശ്യം വിരൽ കുത്തിപ്പിടിച്ചിട്ടും നന്നായിട്ട് കയറി ജുബൈർ ബിൻ മുത്തഈം. 16 വർഷം മുമ്പ് ഇരുന്ന് കുത്തിപ്പിടിക്കാതെ കേട്ടിട്ടും അബൂലഹബ് നന്നായില്ല. എന്താ മനുഷ്യന്മാരെ! അതാണ് അബൂലഹബ്. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കാതിരിക്കട്ടെ. ഒരുമാതിരി അബൂലഹബിയൻ ചിന്താഗതി അള്ളാഹു നമുക്ക് മാറ്റിത്തരട്ടെ. അമ്മാതിരി ചിന്ത നമുക്കെല്ലാം ലേസ. ഞാനിപ്പോ ഖത്തറി പ്രഭാഷണത്തൊക്കെ അവിടെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിന് വേണ്ടി അറിയാം. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് നല്ല പണക്കാരനാ, കോടീശ്വരനാണ്. ഉമ്മ ഹോസ്പിറ്റലിലാണെന്ന് വിളിച്ചു പറഞ്ഞു. വീട്ടിൽ എന്തുണ്ട് വിശേഷം? ഹോസ്പിറ്റലിൽ വിളിച്ചു. അവന് ഡോക്ടർ പറഞ്ഞു പ്രതീക്ഷയൊന്നുമില്ല. അദ്ദേഹം എന്നെ കട്ട് ചെയ്തു. നാട്ടിൽ വിളിച്ചിട്ട് കാറ്ററിംഗുകാരെ, പന്തലുകാരെ എല്ലാരെയും വിളിച്ച് ബുക്ക് ചെയ്തു. വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. തമാശയ്ക്ക് പറഞ്ഞല്ല. ഈ തൃശ്ശൂർ ജില്ലയ്ക്ക് അടുത്ത് പൊന്നു മക്കളെ അയാൾ കാറ്ററിംഗുകാരെയും പന്തലുകാരെയും ഒക്കെ വിളിച്ച് സെറ്റ് ചെയ്തു. ഉമ്മ ഡോക്ടർ പ്രതീക്ഷയില്ല. ഉമ്മ വിട്ട് മരിച്ചില്ല. ഇതിന്റെ പൈസയും പോയി. ഉമ്മ മരിച്ചില്ല. നമുക്കെല്ലാം ലേസ. ഖുർആൻ കേട്ടിട്ടില്ല, ഹദീസ് കേട്ടിട്ടില്ല. പണ്ടാരോ പറഞ്ഞു മാറി ഉമ്മ മരിച്ചപ്പം വലിയ വിഷമമായിരുന്നു. ഇപ്പൊ വാപ്പ മരിച്ചപ്പോ ആ വിഷമം അങ്ങോട്ട് മാറി. ഉമ്മ മരിച്ചപ്പോ ഭയങ്കര വിഷമായിരുന്നു. ഇപ്പൊ വാപ്പ മരിച്ചപ്പോ ആ വിഷമം അങ്ങോട്ട് മാറി. അതെന്തരാ? ഉമ്മ മരിച്ച ഒരു തുള്ളി വെള്ളം കിട്ടാതെ എനിക്ക് കൊടുക്കാനും പറ്റി. ഇപ്പൊ വാപ്പ പുഴ വീണ് മരിച്ചപ്പോ ആ വിഷമം അങ്ങോട്ട് മാറി. അമ്മാതിരി ലേസായിട്ട് ആളുകൾ ചിന്തിക്കുന്നവരായി നമ്മൾ മാറി. എന്റെ പൊന്നു സഹോദരങ്ങളെ, അള്ളാന്റെ റസൂൽ അബൂലഹബിന്റെ അടുക്കൽ വന്നു.
അബൂലഹബിനോട് പറഞ്ഞ അബൂലഹബേ അല്ലാഹുവിനെ വിശ്വസിക്കുക, അല്ലാഹുവിനെ വിശ്വസിക്കുക അബൂലഹബേ. അബൂലഹബ് എന്ന ചമ്മാടി തന്റെ വീട്ടുമുറ്റത്ത് കിടക്കുന്ന ആടിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഏ മുഹമ്മദേ മുഹമ്മദേ മുഹമ്മദേ, ഈ കാണുന്ന ആട്ടിൻകുട്ടി വിശ്വസിച്ച ഞാൻ നിന്നെ കൊണ്ട് വിശ്വസിക്കാമെടാ മുഹമ്മദേ. അഹങ്കാരത്തോട് അബൂലഹബ് പറഞ്ഞപ്പോ ആട്ടിൻകുട്ടിയോട് അല്ലാഹുവിന്റെ റസൂല് കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, ആട്ടിൻകുട്ടി പറ ഞാൻ ആരെന്ന് പറ. സമയത്താണ് അബൂലഹബ് പറഞ്ഞ ലോകത്തിന്റെ അഹങ്കാരിയുടെ മുറ്റത്ത് കിടന്ന ആട്ടിൻകുട്ടി പറഞ്ഞത്, നബിയേ അന്ത റസൂലു റബ്ബിൽ ആലമീൻ അന്ത ഖാതിമുൻ നബിയ്യീൻ വറസൂലു റബ്ബിൽ ആലമീൻ. കാത്തിരുന്ന ആട്ടിൻകൂട്ടമില്ലേ, ആട്ടിൻകുട്ടി അല്ലാഹുവിന്റെ റസൂലിനെ കാത്തിരുന്നതാണ്. ആ ആട്ടിൻകുട്ടി പറഞ്ഞിരത്ത നബിയേ അങ്ങ് അന്ത്യപ്രവാചകനാണ്, അങ്ങ് ആകാശത്തിന്റെ തിരുദൂതനാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. എന്താ ചെറുപ്പക്കാരോ ചിന്തിക്കുന്നില്ല? അല്ലാഹുവിന്റെ റസൂല് കടന്നു വന്നപ്പോ പലപ്പോഴും കേട്ടത് മക്കാ മണലാരണ്യത്തിന്റെ നടുവിൽ വേടന്റെ വലയിൽ കുടുങ്ങിയിട്ട് കിടക്കുകയാണ് മാന്തേട. മാന്തേട വേടന്റെ കാല് പിടിച്ചിട്ട് പറഞ്ഞത്, എന്റെ മക്കൾ എന്നെ കാത്തിരിക്കുകയാ, രാവിലെ ഒരു നേരത്തെ ഭക്ഷണം എന്റെ മക്കൾക്ക് കൊടുക്കാൻ ഇറങ്ങിയ എന്നെ നോക്കിയിട്ട് എന്റെ മക്കള് കാത്തിരിക്കുകയാ. ഞാൻ പോയി എന്റെ മക്കളോട് പറഞ്ഞിട്ട് വരട്ടെ. ഇല്ലടാന്ന് പറഞ്ഞ് ബലവേടൻ കയ്യിലിരിക്കുന്ന പിച്ചാത്തി കൊണ്ട് കരുത്തിറക്കാൻ പോകുമ്പോ ആ സമയത്താണ് മണലാരണ്യത്തിനോട് വന്നത്. മരുഭൂമിയുടെ ദേവഗായകനെ അല്ലാഹുവിന്റെ റസൂല് കടന്നു വരിക. മാണ്ടാട് മനസ്സിലാക്കി ഞാൻ കാത്തിരുന്ന പ്രവാചകനാണ് വരുന്നത്. യാ റസൂലല്ലാഹ്, ഈ മലവേടന്റെ പിച്ചാത്തിപ്പെടുകളെന്ന് എന്നെ ഒന്ന് രക്ഷിക്കുമോ നബിയേ. അല്ലാഹുവിന്റെ റസൂല് മലവേടനോട് പറഞ്ഞു, മാന്തേടയോട് ആ മാന്തേടെ വീട്ടിൽ പോയി മക്കളോട് സലാം പറഞ്ഞിട്ട് വരട്ടെ. ഈ മാന്തേട എന്റെ വലയിൽ നിന്ന് അടിച്ചുവിട്ട ഈ മാന്തേട തിരിച്ചു വരുമെന്ന് ഉറപ്പുണ്ടാവുന്നത്. അത് വന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും മുഹമ്മദ്? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ആ മാന്തേട തിരിച്ചു വരുന്നത് വരെ ഞാൻ നിന്റെ മുമ്പിൽ ജാമ്യം നിൽക്കാം. മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂല് പിച്ചാത്തി പിടിയുടെ താഴെ സ്വന്തം തല കുലച്ചു കൊടുത്തില്ലേ. മുഹമ്മദിന് തുളസീനാ പർവ്വത നിലകിടന്ന് ആകാശം കിടന്ന് ആരവന്നാസോപ്പം കിടന്ന് അല്ലാഹുവിന്റെ അർശിന്റെ മുമ്പിൽ പോയ ആ ശിരസ് തിരിച്ചു കൊടുത്തു. ആരുടെ മുമ്പിലാ? മക്കാ മരുഭൂമിയിലെ മലവേടന്റെ മുമ്പിൽ പിച്ചാത്തി പിടിയുടെ താഴെ സ്വന്തം തല കുനിച്ചു കൊടുത്തില്ലേ നബി മുഹമ്മദ് മുസ്തഫ. മാണ്ടേടെ വീട്ടിലേക്ക് പോകും. മക്കളെ മക്കളെ, ഞാനൊരു മലവേടന്റെ കെണിയിൽ പെട്ടുപോകും. അവനെന്നെ കൊല്ലാൻ പോവുകയാണ്. നിങ്ങളെന്നെ കാത്തിരിക്കുമല്ലോ. നിങ്ങളോട് യാത്ര പറയാൻ മണ്ണടാ. ഞാനൊരു തിരിച്ച് മലവേടന്റെ അടുക്കൽ പോകണം. എന്റെ ചെറുപ്പക്കാരെ മനസ്സിലാകുന്നില്ല. മാണ്ടാർക്ക് മനസ്സിലായത് മുസ്ലിമീങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ആ കുട്ടികളെ മാറി കൈപിടിച്ചിട്ട് പറഞ്ഞ് നിങ്ങളെന്താ അബദ്ധമാ ചെയ്യുന്നത്? മലവേടന്റെ അടുക്കൽ നിന്ന് വന്നിട്ട് തിരിച്ചു പോകാതെ തിരിച്ചു പോകരുത്. ഇനി മലവേടൻ നമ്മളെ അന്വേഷിച്ചു വരില്ലല്ലോ. ആ സമയത്താണ് മാണ്ടേട് പറഞ്ഞത്, എനിക്ക് പകരം ജാമ്യം നിൽക്കുന്നതാരെന്നറിയോ? ഞാൻ ആരെ ജാമ്യം നിർത്തിയിട്ടാണ് വരുന്നതെന്നറിയോ? ഈ ലോകത്തിന് സിദ്ധിക്കാൻ കാരണഭൂതരായ ലോകത്തിന്റെ വസന്തത്തിന്റെ നായകർ എല്ലാവരും കാത്തിരുന്ന പ്രവാചകനാ നിൽക്കുക. എനിക്ക് വഞ്ചിക്കാൻ കഴിയില്ല. മക്കൾ പ്രശ്നം പോകരുത്. ഭാര്യ മക്കളും മാണ്ടേടവിട്ടില്ല. ഇങ്ങനെ മരുഭൂമി ചാത്തി പിടിപിടിച്ചിട്ട് മലവേടം പറഞ്ഞില്ലേ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പോയ മാണ്ടേട പോയടാ. നീ പമ്പര വിട്ടിയല്ലേ, മാണ്ടേടക്ക് പകരം നിന്നെ ഞാൻ അറുക്കുമെന്ന് പറഞ്ഞ് പിച്ചാത്തി പിടി അല്ലാഹുവിന്റെ റസൂലിന്റെ കരുത്തിലോട്ട് വെക്കുമ്പോ ആ സമയത്താണ് മരുഭൂമി അപ്പുറത്ത് നിന്ന് അസ്സലാത്തു വസ്സലാം പറയുന്നു. ലബൈക വസഅലൈക യാ റസൂലല്ലാഹ്. ഞാനിതാ വന്നു നബിയേ, ഞാനിതാ വന്നു നബിയേ. بين يديك واستجارك يا حبيبي إنك النبي النفور
واستجارك يا حبيبي واستجارك يا حبيبي അങ്ങയുടെ ജാമ്യം റദ്ദാക്കരുത്. ഞാനിതാ വന്ന് നബിയെ ഓടി കടച്ചുകൊണ്ട് മാവേറെ മലവേരന്റെ മുമ്പിൽ വന്നപ്പോ മലവേരന്റെ കൈവറച്ചില്ലേ, പിച്ചാലല്ലേ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചിട്ട് മലവേരം പറഞ്ഞില്ലേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് وأشهد أن محمدا رسول الله وأتاك العود يبكي وتذلل بين يديك واستجارك يا حبيبي عندك بالنفور يا نبي കാത്തിരുന്ന ആരെയും നിരാശരാക്കാതെ, കാത്തിരുന്നവന് മുഴുവന് കൈവല്യ പോലെ, കൺമണിയെ പോലെ, കാരിരുമ്പിനേക്കാൾ കടുത്ത മനസ്സുള്ള എന്റെ കാട്ടാളനെ പോലും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അള്ളാന്റെ റസൂലിന് കഴിഞ്ഞെങ്കിൽ ഒരു മാൻപേട മനസ്സിലാക്കിയതുപോലെ അള്ളാന്റെ റസൂലിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന ദുരന്തത്തിന്റെ നടുവിൽ നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ആയത്ത് പഠിച്ചാൽ മതി, ഒരൊറ്റ ആയത്ത് സൂറത്തുൽ അഅറാഫ്, ഒരൊറ്റ ആയത്ത് പഠിച്ചാൽ മതി, ലോകത്തിന്റെ നായകനെ മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂലിനെ ആരൊക്കെ വിശ്വസിക്കണം? ഒരായത്ത് ഓതി തരട്ടെ, മനസ്സിലാക്കുമോ? നന്നായിട്ട് ഉറങ്ങരുത്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഇങ്ങോട്ട് വന്നപ്പോ, ഇപ്പൊ മാറി. ഉറങ്ങുമോ? നന്നായിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് വേണം ഇൻഷാ അല്ലാഹ് നമുക്കിത് പറഞ്ഞു പിരിയാൻ. അള്ളാഹുവിനെ ആക്കി തരട്ടെ, അള്ളാഹുവിനെ ആക്കി തരട്ടെ. ലോകം അടക്കി ഭരിച്ച ചക്രവർത്തിയ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷേ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ റസൂൽ മനസ്സിലാക്കാൻ പറ്റും, ലോകം മുഴുവനും അടക്കി ഭരിച്ച ആളാ. കാറ്റിനെ വാഹനമാക്കി കൊടുത്തു. അതുകൊണ്ട് ലോകം അടക്കി ഭരിക്കുന്ന ചക്രവർത്തിയല്ലേ. ഉമ്മൻചാണ്ടിയുടെ ഫ്രണ്ടിലും ബാക്കിലും പോലീസ് പോകണമെന്നില്ല. ഉമ്മൻചാണ്ടിനെ ആരെങ്കിലും കൊല്ലുമെന്ന് വിചാരിച്ചിട്ട്? ഉമ്മൻചാണ്ടിക്ക് സമയത്തെത്തണം, ട്രാഫിക് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതിനാണ് 2 പോലീസ്, അല്ലാതെ ഇവിടെ ആരുണ്ടായിട്ട് കൈമൈഫാർ പഠിച്ചിട്ട് സുലൈമാൻ താരി പറഞ്ഞില്ല ഞങ്ങൾ പാവങ്ങളാണ് പറഞ്ഞത്. അള്ളാഹ് 30 ദിവസമാണ് ഞങ്ങൾ സുല്ലിട്ടെന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോ സുലൈമാൻ നബിക്ക് അള്ളാഹു കാറ്റിന് വാഹനമാക്കി കൊടുത്തെന്തിനാ? ഒരു മാസം പോകേണ്ട വഴി ദൂരം ഒറ്റ നിമിഷം കൊണ്ട് പോയി കളയും. എവിടെ പോകണമെന്നുള്ളപ്പോ സുലൈമാൻ കാറ്റിനെ വിളിക്കും. തജ്രീബി അംരിഹി, തജ്രീബി അംരിഹി. സുലൈമാൻ നബി സഞ്ചരിപ്പിക്കുന്ന, അള്ളാഹല്ല, ഹീഡൽ അമീർ. തജ്രീബി അംരിഹി, സുലൈമാൻ നബി വിളിക്കും. കാറ്റെങ്കിടോ കേറി ഒറ്റ പോക്ക. ലോകം കൂടെ അടക്കി ഭരിക്കുന്ന ആളല്ലേ, ഭയങ്കര കച്ചവടക്കാരനാണ് സുലൈമാൻ നബി. എന്റെ പൊന്ന് മനസ്സിലാക്കും മനുഷ്യന്മാരെ, സുലൈമാൻ നബിക്ക് 2 തുറമുഖം ഉണ്ടായിരുന്നു. അതിലൊരു തുറമുഖം കേരളത്തിലാണ്. കേരളത്തിൽ ബാക്കി മോലെ കേട്ടത് തന്നെ കേൾക്കരുത്, അല്ലാത്ത കേരളത്തിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിലമ്പൂരിൽ നിന്ന് തേക്കച്ചവടം നടത്തിയിട്ടുണ്ട്. നിലമ്പൂരിൽ നിന്ന് ചരിത്രമാണ്, പരതി നോക്ക്. അതുകൊണ്ട് തന്നെ ഒരു പ്രവാചകന്റെ കാല് തൊട്ട വറക്കത്തായിരിക്കാൻ ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് നിലമ്പൂരാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 2 തുറമുഖം, അതിലൊരു തുറമുഖത്തിലെ വ്യാപാര ശൃംഖല കേരളവുമായിട്ടായിരുന്നു. നിലമ്പൂരിൽ നിന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ധൈര്യമായിട്ട് നിവന്ന് പറയടാ ചെറുപ്പക്കാരാ, നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് വന്നതല്ല. സുലൈമാൻ നബിയുടെ കാലം മുതൽ ഇവിടെ ഇസ്ലാമുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അള്ളാഹു റസൂലിന്റെ ഒരു ഭാര്യയുടെ പേര് തന്നെ ഹിന്ദെന്നല്ലേ, ഇന്ത്യ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുടെ പേര് ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ. എന്തേ സഹോദരങ്ങളെ, ലോകത്ത് നമുക്ക് പറയാൻ കഴിയണം നമ്മളെടുത്തും കുടിയേറി പാർത്തവരൊന്നുമല്ല. സാംസ്കാരിക പൈതൃകം തേടി നമുക്ക് നടക്കാൻ കഴിയണം. ആ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കഥ പറഞ്ഞാൽ കൂടിപ്പോകും. ഇപ്പോ കേരളത്തിൽ നടന്ന ഇന്നലെ ഇപ്പോ ഒത്തുതീർപ്പായി, എന്നാലും ഇന്ന് ഞാൻ ലീവായിരുന്നു. ഞാൻ പള്ളി പോയില്ല, പള്ളി ഇവിടെ ആയിരുന്നു, കാലാതുകൊണ്ടായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ 1 മാസം ലീവായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ചാർജ് എടുത്ത്.
ഖത്തർ, ബഹ്റൈൻ, ഷാർജ ഒക്കെ പോയി ഒന്ന് പ്രസംഗിച്ചൊക്കെ ഒന്ന് ഒരു മാസം ലീവ്. കഴിഞ്ഞ വെള്ളിയാഴ്ച പോയി. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞത് നമ്മുടെ കേരളത്തിൽ ഇപ്പൊ നടന്നൊരു പ്രശ്നമുണ്ടല്ലോ, അച്ഛനും മോളും ഭാര്യയും തമ്മിൽ. അച്ഛനും മോനും ഭാര്യ. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായ ഖുർആൻ എന്ത് പറയും? ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച അതാ പറഞ്ഞു. അച്ഛനും മോനും കൂടെ മന്ത്രിയായി. പറയണോ? 5 മിനിറ്റ് പറയണോ? ഒരച്ഛനും മകനും. അച്ഛൻ മന്ത്രിയാണ്. وداود وسليمان إذ يحكمان في الأرضين نفشت فيه غنمكم وكنا لحكمهم شاهدين. ഇവരെന്നെ ഈ വിഷയം പറയാൻ വേണ്ടി വിളിക്കണ സമയത്ത് ഞാൻ ഒരു നല്ല മൂഡിലല്ല. അല്ലേ ഞാൻ ഇന്നത്തെ വിഷയം ഖുർആനിലെ അച്ഛനും മകനും ആക്കിയാണ്. ഇന്ന് ഇത് പറയൂല, ഇത് അച്ഛനും മകനും പറഞ്ഞേനെ. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫലസ്തീനിലെ രാജാവാണ്, അന്ന് മന്ത്രിയാണ്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ദാവൂദ് നബിയുടെ മകനാണ് സുലൈമാൻ നബി. സുലൈമാൻ നബിക്ക് 13ാമത്തെ വയസ്സിൽ എന്താ അവിടെ നിന്ന് 4 മണിക്ക് കോളേജിന്റെ ഫ്രണ്ട് വെച്ചിട്ട് ആക്രമണം. 4 മണി. ചില ആളുകൾക്ക് ആ സമയമാകുമ്പോ 4 മണി. 13ാമത്തെ വയസ്സിൽ മൈക്കിന്റെ ഫ്രണ്ടിൽ തന്നെ സംസാരിക്കാണ്. അല്ലാതെ തന്നെ ഇപ്പൊ കരള് പകുതിയേ ഉള്ളൂ. 13ാമത്തെ വയസ്സിൽ രാജാവായ ആളാണ് സുലൈമാൻ നബി. 13ാമത്തെ വയസ്സിൽ രാജാവായ ആളാണ് സുലൈമാൻ നബി. 13ാമത്തെ വയസ്സിൽ നമ്മളെ മാതിരി അങ്ങനെ തന്നെ ആളുകളുണ്ട്. 9ാമത്തെ വയസ്സിൽ ഹാഫിളായി, 12ാമത്തെ വയസ്സിൽ ഖാദിയായി, 15ാമത്തെ വയസ്സിൽ മുഫ്തിയായി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. 15ാമത്തെ വയസ്സിൽ ഫത്വ കൊടുക്കുന്ന മുഫ്തിയായി. നമ്മുടെ മക്കൾ 15ാമത്തെ വയസ്സിൽ ഒരു നൂനും കൂടെ കൂടും, മുഫ്തിനാവും. ഇമാം ഷാഫി 15ാമത്തെ വയസ്സിൽ മുഫ്തിയായി, ഫത്വ കൊടുക്കുന്ന ആള്. നമ്മുടെ മക്കൾക്ക് ഒരു നൂന് കൂടും. 15 വയസ്സ് മദ്രസ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഉസ്താദിനെതിരെ കത്ത് എടുത്ത് മെമ്മോറാണ്ടം എഴുതണം. അപ്പോ ദാവൂദ് നബി രാജാവാണ്. ഖുർആൻ ഇത് യഹ്കുമാനി ബിൽ ഹർസി. മന്ത്രിയുടെ മുമ്പിൽ ഒരു കേസ് വന്നു, ഫയല്. എന്താ ഫയല്? ഒരാളുടെ മുന്തിരിത്തോട്ടം അടുത്തുള്ളവന്റെ വീട്ടില് ആട്ടിൻ പറ്റം വന്ന് തിന്ന് നശിപ്പിച്ചു. ഇയാള് മന്ത്രിയുടെ അടുക്കൽ പോയി, ദാവൂദ് നബിയുടെ അടുക്കൽ. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഈ മുന്തിരിത്തോട്ടം നശിച്ചു പോയല്ലോ ഫുള്ള്. ആട് കച്ചവടക്കാരൻ അവന്റെ മുഴുവൻ ആടിനെയും മുന്തിരിത്തോട്ടക്കാരന് കൊടുക്കട്ടെ, നഷ്ടപരിഹാരമായി പൊക്കോളം പറഞ്ഞു. അപ്പൊ ആട് കച്ചവടക്കാരൻ ഒന്നുമില്ലാതായി. അവന്റെ ആടിന് ഇവന് കൊടുത്തു. ഇവർ രണ്ടുപേരും കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോ സുലൈമാൻ വരികയാണ്. നബിയായിട്ടില്ല, 11 വയസ്സേ ഉള്ളൂ. 11 വയസ്സ്. എന്താ കഥ? ഇതാ കഥ. എന്റെ മുന്തിരിത്തോട്ടം പാകമായി വിളഞ്ഞു നിന്നപ്പോ ഈ ആടുകൾ വന്ന് തിന്നു. അവിടെ പാപ്പ നഷ്ടപരിഹാരമായിട്ട് ആടിനെ എനിക്ക് തന്നു. അപ്പോ പെട്ടെന്ന് ഞാൻ പറയാം, സുലൈമാൻ പറഞ്ഞു, ലൗകുന്തു ഖാദിയ, ഞാനായിരുന്നു മന്ത്രിയെങ്കിൽ വേറൊരു സൊല്യൂഷൻ, 2 പേർക്ക് പോറലില്ലാത്ത രീതിയിൽ ഞാനിത് പരിഹരിച്ചു വിട്ടേനെന്ന് പറഞ്ഞു. അതെന്താ? ആദ്യം ഞാൻ പറഞ്ഞില്ല, വാപ്പ ഇപ്പൊ ഏതായാലും മന്ത്രിയാകുമ്പോൾ ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. സമർത്ഥനം. ഇവർ രണ്ടുപേരും നേരെ ദാവൂദ് നബിയുടെ അടുക്കലേക്ക്. ഖുർആൻ ഇത് യഹ്കുമാനി ബിൽ ഹർസി ഇദ് നഫശത് ബിഹി ഗനമുൽ ഖൗം വകുന്നാ ലിഹുകുമിഹിം ഷാഹിദീൻ. ആയത്തിന്റെ തഫ്സീറിൽ കാണാം. തെറ്റതേന്നല്ല. നേരെ അവിടെ പോയിട്ട് നിങ്ങളുടെ മകൻ പറഞ്ഞു, ഈ കേസിന് വേറൊരു വിധിയുണ്ട് എന്ന് പറഞ്ഞു. മകനെ വിളിക്കാൻ പറഞ്ഞു. കൊല്ലാനൊന്നും വിട്ടില്ല, കൊട്ടേഷൻ ഒന്നും വിട്ടില്ല. അപ്പം തന്നെ വിളിച്ചു. എന്താ 2ാമത്തെ അഭിപ്രായം നിന്റെ? വാപ്പ ഞാനൊരു സൊല്യൂഷൻ പറയാം. എന്താ മോനെ? ഈ ആടുകളെ മുഴുവനും ഈ കൃഷിക്കാരന് കൊടുക്കും. അവൻ 1 വർഷം മനാഫിഅഹ, അതിന്റെ പ്രയോജനം എടുക്കട്ടെ. പാല് കറന്ന് വിറ്റ്, നെയ്യ് കറന്ന് വിറ്റ് ഈ 1 വർഷം ഈ ആടിന്റെ മുഴുവൻ വരുമാനവും ഈ തോട്ടക്കാരനെടുക്കുക. ഈ തോട്ടം ആടുകാരനെ ഏൽപ്പിക്കുക. അവൻ കൃഷി ചെയ്ത് അതിനകത്ത് ഉഴുതു മറിച്ച് 1 വർഷം കൊണ്ട് അത് വിളയുന്ന ഭാഗത്തിലാക്കട്ടെ. ആക്കി കഴിയുമ്പോ ആടിനെ ഇവിടെ തിരിച്ചു കൊടുക്കുക. കൃഷിസ്ഥലം മറ്റേയാൾക്കും തിരിച്ചു കൊടുക്കുക. ദോനോ സവാ. അപ്പൊ 2 പേർക്കും പ്രശ്നമുണ്ട്. ആ സമയത്ത് വാപ്പയ്ക്ക് മനസ്സിലായി തന്നേക്കാൾ മന്ത്രിയാകാൻ യോഗ്യനാരാ? മോന. സുലൈമാൻ നബിക്ക് രാജാധികാരം ഏൽപ്പിച്ചു. സുലൈമാൻ നബിക്ക് ഇപ്പൊ മനസ്സിലായ ഞാൻ ഈ പറഞ്ഞതിന് കേരളത്തിന്റെ വെളിയിലും അകത്തുള്ള ഒരു കഥാപാത്രങ്ങളുമായി ബന്ധമില്ല.
ആ സമയത്ത് ഖുർആൻ പറഞ്ഞു കൊടുക്കണം. അതാണ് ദഅവത്ത്. അന്നത്തെ ദിവസം ഇത് ഖുർആന്റെ ഒരു അപ്പോഴാണല്ലോ ഒരാളോട് പറയേണ്ടത്, ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതാണ് ഖുത്ബ നടത്തിയത്. എന്നിട്ടാണ് പാതിരാ സമയത്ത് ഈ വാപ്പയും ഉമ്മയും മകനെ രാജാധികാരം ഏൽപ്പിച്ചു. ആ മകനാണെങ്കിലോ സ്റ്റേറ്റുകാര് പോലെ കാറ്റിന്റെ മുകളിൽ സഞ്ചരിക്കുകയാണ്, ചിഹ്നകൾ കാവൽ നിൽക്കുകയാണ്, ലോകം മുഴുവനും അവന്റെ കയ്യിലാണ്. ആ സമയത്ത് വാപ്പയും ഉമ്മയും കൂടി മോനെ ഇടങ്ങേറാക്കുകയാണ്. വാപ്പയും ഉമ്മയോട് മോനോട് പറഞ്ഞുകൊണ്ടേ, മോനെ സുലൈമാനെ സുലൈമാനെ എല്ലാം ഉള്ള കയ്യിൽ വെച്ച് തരുമ്പോ പണ്ടാറും കഥനാവ് നിന്റെ കയ്യിലിരിക്കുമ്പോ സുലൈമാനെ അഹങ്കരിക്കരുത്. പാതിരാ സമയത്ത് മുഴുവനും കിടന്നുറങ്ങരുത്. രാത്രി മുഴുവനും നാട് വലിച്ചിട്ട് പാതിരാ സമയത്ത് കിടന്നുറങ്ങില്ല മോനെ. പാതിരാ സമയത്ത് ദിക്ർ ചെയ്തില്ലെങ്കിൽ, തഹജ്ജുദ് നിസ്കരിച്ചില്ലെങ്കിൽ വകാന ഫഖീറനെ യൗമൽ ഖിയാമ, നാളെ പരലോകത്തെ ദരിദ്രൻ നീയായിരിക്കുമെന്ന് തന്റെ മകനായ സുലൈമാനോട് പറഞ്ഞു കൊടുത്ത് ബഹുമാനപ്പെട്ട ഉമ്മി സുലൈമാൻ നബിയുടെ ഉമ്മയും വാപ്പയും, മോനെ അഹങ്കരിക്കരുത് കേട്ടോ, രാത്രി മുഴുവൻ നീ കിടന്നുറങ്ങല്ലേ, ഒരു ഇത്തിരി നേരം ദിക്ർ ചെയ്യണേ, ഇവിടെ നിനക്കെല്ലാം ഉണ്ടായിരിക്കും. വകാന ഫഖീറൻ യൗമൽ ഖിയാമ, പരലോകത്ത് ഫക്കീറാവാതിരിക്കാൻ ശ്രദ്ധിക്കണേന്ന് ഇവര് പുറകിൽ നിന്ന് നന്മ പറഞ്ഞു കൊടുത്തു. അല്ലാതെ എന്മാതിരി അടിയാട്ടിച്ച്. അതുകൊണ്ടാണ് സുലൈമാൻ നബി എപ്പോഴും ദുആ ചെയ്തതെന്ന്, فقال ربي أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه എന്ന് ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്തു, വാപ്പയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരട്ടെ. ഇപ്പൊ മനസ്സിലായ അതാണ് ഖുർആൻ. ഖുർആൻ പറയാത്തൊന്നുമില്ല, പരമാണു മുതൽ പരലോകം വരെ ആ ഖുർആൻ. അപ്പൊ സുലൈമാൻ നബി ലോക ചക്രവർത്തി, അതുകൊണ്ട് ഞാനത് പറഞ്ഞു, നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ലാ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ആലമീൻ, സർവ്വലോകത്തിനും കാരുണ്യമായിട്ടല്ലാതെ അങ്ങേ ഞാൻ അയച്ചിട്ടില്ല നബിയേ. സർവ്വലോകത്തിനും കാരുണ്യമായിട്ടല്ലാതെ. അപ്പൊ റസൂലുള്ളാഹിനെ അറിയണമെങ്കിൽ സർവ്വലോകവും അറിയണം. സർവ്വലോകം ഒരാൾക്കറിയാൻ പറ്റൂ? സർവ്വലോകം ഒരാൾക്കറിയാൻ പറ്റുമോ? പറ്റൂല. ഈ ഭൂമിയൊന്നുമല്ല, 80,000 കോടി ഗാലക്സി ഉണ്ട് പ്രപഞ്ചത്തിൽ. അതിലെ ഒരു ഗാലക്സിയാ ക്ഷീരപഥം. ആ ക്ഷീരപഥത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ടെന്ന് എണ്ണാൻ തീരുമാനിച്ചാൽ ഒരു സെക്കൻഡിൽ ഒന്ന് വെച്ചെണ്ണിയാൽ 4000 കോടി പ്രകാശവർഷം കഴിഞ്ഞാലേ എണ്ണിത്തീരുകയുള്ളൂ. ഒറ്റ ഗാലക്സിയിലെ നക്ഷത്രം. ക്ഷീരപഥത്തിന്റെ ഒരറ്റത്തിൽ നിന്നും അറ്റത്തോട്ട് നടന്നാൽ 2000 വർഷം കഴിഞ്ഞാലേ അറ്റത്തെത്തുള്ളൂ. അപ്പൊ പിന്നെ ഈ ദുനിയാവ് അറിയില്ല, പിന്നെ സർവ്വലോകം അറിയാൻ പറ്റുമോ? സർവ്വലോകം അറിയാൻ പറ്റിയില്ലെങ്കിൽ നബി അറിയാൻ പറ്റൂല. നബി അറിയണമെങ്കിൽ ഒറ്റ ആയത്തറിഞ്ഞാൽ മതി. ചല ചെയ്യോ? ഓർക്കോ? وَإِذْ أَخَذَ اللَّهُ مِيثَاقَ النَّبِيِّينَ لَمَا آتَيْتُكُم مِّنْ كِتَابٍ وَحِكْمَةٍ ثُمَّ جَاءَكُمْ رَسُولٌ مُصَدِّقٌ لِّمَا مَعَكُمْ لَتُؤْمِنُنَّ بِهِ وَلَتَنْصُرُنَّهُ. വെച്ച് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ലോകാവസാനം വരെയുള്ള 1,23,999 പ്രവാചകന്മാരെ, 1,24,000 ഇല്ല, ആലമുൽ അർവാഹിൽ വെച്ച് 1,24,000 പ്രവാചകനുണ്ട്. 1,23,999 പ്രവാചകന്മാർ. ഇല്ല നബിയ്യൽ മുസ്തഫ, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല. ബാക്കി അതൊഴിച്ച് 1,23,999 പ്രവാചകന്മാർ. അവരോട് പ്രവാചകത്വം കൊടുത്ത് ലോകത്തേക്ക് നടന്നതിന് മുമ്പേ കരാറ് കൊടുക്കുക. എന്താ കരാറെന്നറിയോ? ആദം നബിയെ, മൂസാ നബിയെ, ഈസാ നബിയെ, ശീസ് നബിയെ, സക്കറിയാ നബിയെ, നിങ്ങൾക്ക് ഞാനൊരു വേദഗ്രന്ഥങ്ങൾ ഒരു വിസാരത്തിൽ നിന്ന് നിങ്ങൾ ഭൂമിയിലോട്ട് വിടാൻ തീരുമാനിച്ചിരിക്കുകയാ. ആളുകളുടെ അങ്ങനെ മൂസാ നബിയെ തൗറാത്തും പഠിച്ച് 1000 വർഷം നിങ്ങൾ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങൾ എനിക്കൊരു വാക്ക് തരണം. ഓ സമയത്ത് നിങ്ങളുടെ ഇടയിലേക്ക് എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാൽ ആ സമയത്ത് നിങ്ങളെ തൗറാത്ത് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ജനങ്ങളോട് മുഴുവനും പറയോ ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്ന. എന്റെ ഹബീബായ നബിയെ സ്വീകരിക്കാൻ മൂസാ നബിയെ, ഈസാ നബിയെ നിങ്ങൾ വേദഗ്രന്ഥം വെച്ചിട്ട് നിങ്ങളുടെ പ്രബോധനം നടത്തുകയാണ്. അപ്പോഴാണ് നിങ്ങളുടെ ഇടയിലേക്ക് വന്നു എന്നല്ല, എന്റെ ഹബീബായ നബി വന്ന ആ സമയത്ത് തൗറാത്ത് മാറ്റിവെക്കണം. അനുയായികളോട് പറയണം, ഇദ്ദേഹം വന്നാ പിന്നെ എനിക്ക് സ്ഥാനമില്ല. ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്ന. ഈ നബിയെ നിങ്ങൾ അംഗീകരിക്കണമെന്ന് നിങ്ങൾ പറയോ. അവര് പറഞ്ഞ് മക്കളല്ല, ഞങ്ങൾ സമ്മതിച്ചുള്ളത്. അങ്ങനെ സമ്മതിച്ചതിന് ശേഷമാണ് അവർക്ക് റിസാലത്ത് പോലെ കൊടുത്തതെന്ന്. ആരാ നബിയുനാ റസൂലുള്ളാഹ്, ആരാ നബിയുനാ റസൂലുള്ളാഹ്. പ്രവാചകനെ കുറിച്ച് എന്താ പറയുക? ഷജായി പറഞ്ഞതുപോലെ മദനമനമുടി അഴകും നബിയുടെ മധുമുറ ചെയ്തു മുടിയുമോ? മദനമനമുടി അഴകും നബിയുടെ മധുമുറ ചെയ്തു മുടിയുമോ? അല്ലാഹുവിന്റെ റസൂലിനെ പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഇവിടെ തടിച്ചു മുടിയ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരന്മാരോട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിനെ ദുനിയാവിനെ സ്നേഹിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് നിന്ന് അവസാന പരലോകത്തിലും അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് നിൽക്കണ്ടേ, അവതൊരു കോസര കോരി കൊടുക്കണ്ടേ. ഇവിടെ നിന്ന് മറിച്ച് നമ്മുടെ ഭാഷയിലോട്ട് പോയി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, യൗമ തസക്കക്കു സ്സമാഉ ബിൽ ഗമാമി വനുസ്സിലൽ മലായികതു തൻസീലാ. മഹശറയിൽ നമ്മളെ ചുരുക്കി പറയുക, ഇങ്ങോട്ട് നോക്കണം, ഇങ്ങോട്ട് നോക്കണം, ഇങ്ങോട്ട് നോക്കണം, എന്റെ നോക്ക്, എന്നാലേ മനസ്സിലാവും. ഇത്രയും നിശബ്ദമായൊരു സദസ്സ് അവിടെ കിട്ടും. അള്ളാഹു നിലനിർത്തി തരട്ടെ, അള്ളാഹു നിലനിർത്തി തരട്ടെ, അള്ളാഹു നിലനിർത്തി തരട്ടെ. നാളെ അള്ളാഹിന്റെ റസൂലിന്റെ കൂടെ നിൽക്കണ്ടേ? നിൽക്കണോ? വേണോ? വേണ്ടേ? ഉറക്കെ പറ, ഉറക്കെ. അള്ളാഹുവിനെ ആക്കി തരട്ടെ. അങ്ങനെ ചുമ്മാ പുറകെ നിൽക്കാൻ പറ്റുമോ? ചുമ്മാ പുറകെ നിൽക്കാൻ പറ്റുമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യൗമ തശക്കക്കു സ്സമാഉ ബിൽ ഗമാമി വനുസ്സിലൽ മലായികതു തൻസീലാ. ആകാശം പൊട്ടിപ്പിളരും, ആകാശം പൊട്ടിപ്പിളരും. ഈ പരലോകം മുഴുവനും അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോ, പടച്ചറപ്പിന്റെ മുമ്പിൽ നിൽക്കുമ്പോ അതാ ആകാശം പൊട്ടിപ്പിളരാണ്. വനുസ്സിലൽ മലായികതു തൻസീലാ. മലക്കുകൾ കൂട്ടം കൂട്ടമായി ഇറങ്ങലായി. ഇത് കേട്ട ഉടനെ ഒരു സഹാബി ചോദിച്ചു, നബിയേ എങ്ങനെയാണ് നബിയേ മലക്കുകൾ കൂട്ടം കൂട്ടമായി ഇറങ്ങുക? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞവരിറങ്ങുന്നത് എങ്ങനെയെന്നറിയോ? അവര് പറയുന്നുണ്ടാവും, യൗമ യദ്ഉകും ഫതസ്തജീബൂന ബിഹംദിഹി. അവര് ഹംദ് പറഞ്ഞുകൊണ്ടാ വരിക, ദിക്ർ പറഞ്ഞുകൊണ്ടാണ് വരിക. ഏത് ദിക്റാണ് നബിയേ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം എന്ന ദിക്ർ പറഞ്ഞുകൊണ്ടാണ് മലക്കുകൾ കൂട്ടം കൂട്ടമായി മഹ്ശറയിലോട്ട് വരുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ശ്രദ്ധിച്ചേക്ക്. മലക്കുകൾ മഹ്ശറയിലോട്ട് വരുന്ന എങ്ങനെ? ഏതൊക്കെ? സുബ്ഹാനല്ലാഹി. ഉറക്കെ പറ. നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പൊ അള്ളാന്റെ റസൂലിന് സഹാബ നബിങ്ങൾ പരലോകം പറയാ. എന്താ പറച്ചിൽ, ഒരു വല്ലാത്ത പറച്ചിലല്ലേ. നബി ഇങ്ങനെ ഇരുന്നിട്ട് പരലോകം പറയുന്നു. യൗമ തശക്കക്കു സ്സമാഉ ബിൽ ഗമാം, യൗമ തശക്കക്കു സ്സമാഉ ബിൽ ഗമാം. ആകാശം പൊട്ടിപ്പിളര് സഹാബ. പേടിച്ചു പറച്ചു നബിയുടെ സഹാബത്ത്. നമുക്കെന്ത് പേടി? യൗമ തശക്കക്കു സ്സമാഉ ബിൽ ഗമാം. പെണ്ണുങ്ങളില്ലേ അതൊക്കെ? എവിടെ? റോഡിനപ്പുറം. അല്ലാഹു യൗമ തശക്കക്കു സ്സമാഉ ബിൽ ഗമാം. വെച്ചിട്ടുണ്ടോ? അവരിവിടെയൊക്കെ കൊണ്ടിരുത്തണ്ട. എന്നാലും വല്ല സ്വർണ്ണ വളയോ മുതലുമില്ലത്. ഇതിപ്പോ റോഡും കടന്നിട്ട് ആരെങ്കിലും കൊണ്ടുവന്നു ആളുകൾക്കുണ്ടോ?
വാളണ്ടിയേഴ്സ് ആണുങ്ങളോ പെണ്ണുങ്ങളോ? ആമ്പിള്ളേരാ? കൊച്ചുകുട്ടികൾ. സഹാബത്തിനോട് നബി പറഞ്ഞു, സഹാബ പോവുകയാണ് നിങ്ങൾ പരലോകത്തേക്ക്, ഞാനും പോകും നിങ്ങളും പോകും, നമ്മൾ തമ്മിൽ പിരിയും. പിരിയോ നബിയെ? പിരിയും. ആകാശം പൊട്ടി പിളരും. വനുസിലൽ മലായികത്തു തൻസീല, വനുസിലൽ മലായികത്തു തൻസീല. സൂറത്തുൽ ഫുർഖാൻ. മലക്കുകൾ കൂട്ടം കൂട്ടമായി ഇറങ്ങി വരും. സഹാബത്ത് അപ്പടെ ചോദിച്ചു, എങ്ങനെയാ നബിയെ വരിക? അവർ ദിക്ർ പറഞ്ഞിട്ടാ വരിക. ഏതാ നബിയെ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. മലക്കുകളുടെ ദിക്ർ ഏതാ? സുബ്ഹാനല്ലാഹ്. الذين يحملون العرش ومن حوله يسبحون بحمد ربهم. ഖുർആൻ സൂറത്തുൽ ലുഖ്മാൻ. തസ്ബീഹ് പറഞ്ഞുകൊണ്ടിരിക്കും. സഹാബത്ത് ഇങ്ങനെ പേടിച്ചിരിക്കുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, സഹാബ അപ്പൊ ഞാനും വരും. അള്ളാഹുടെ എത്തിക്കട്ടെ, അള്ളാഹുടെ എത്തിക്കട്ടെ. അള്ളാന്റെ റസൂല് പറഞ്ഞ ഈ വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ ഭാഗമില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞ് ഞാനും വരും. ിന്റെ മുകളിലേക്കലെ ഞാനും വരും സഹാബ. ആ സമയത്ത് മലക്കുകൾ കൂട്ടം കൂട്ടമായി പരലോകത്തിറങ്ങി വരുമ്പോ ഖുറാന്റെ മുകളിലേറി ഞാനും വരും സഹാബ. ഖുറാന്റെ മുകളിൽ കയറുമ്പോ ആകാശമണ്ഡലങ്ങളെ കീറിമുറിച്ചും ജ്യോതിയാനം നടത്തിയ അത്ഭുത സംഗമത്തിന്റെ വാഹനമേ ഖുറാനിൽ ഞാനും വരും സഹാബ. ആ സമയത്തിന്റെ തൊട്ടുമുമ്പിൽ എന്റെ കുതിരപ്പുറത്തുണ്ടാകും, എന്റെ കുതിരപ്പുറത്തുണ്ടാവും. ഞാൻ ബുറാഖിന്റെ മുകളിൽ, എന്റെ മുമ്പിൽ എന്റെ പെമ്പിലല്ല, എന്റെ മുമ്പിൽ എന്റെ കുതിരയുടെ പുറത്തുണ്ടാവും. ആരെന്നറിയോ? ആരെന്നറിയോ? ആര്? എന്റെ മുമ്പിലുണ്ടാവും സയ്യിദത്തുനാ ഫാത്തിമ. എന്റെ പൊന്നുമോള് ഫാത്തിമയുണ്ടാവും. എന്റെ കുതിരപ്പുറത്ത്, എന്റെ ബുറാഖിന്റെ മുമ്പിൽ, എന്റെ കുതിരപ്പുറത്ത് എന്റെ തൊട്ടു മുമ്പ് എന്റെ കരളിന്റെ കശനമായ ഫാത്തിമയുണ്ടാവും. ആ സമയത്താണ് സഹാബ എന്റെ തൊട്ടുപുറകെ, എന്റെ തൊട്ടുപുറകിലായി, എന്റെ തൊട്ടുപുറകിലായി വരുന്നുണ്ട്. ഭാഗ്യം വിളിച്ചുകൊണ്ട് സയ്യിദുനാ കലത്തവനായ ബിലാൽ, ചപ്പത്തലമുടിയുടെ ബിലാൽ ഭാഗ്യം വിളിച്ചു വന്ന് മനുഷ്യരെ എന്റെ ബുറാഖിന്റെ തൊട്ടുപുറകിലെ ബിലാൽ വരുമ്പോ ആ സമയത്ത് ഈ ദുനിയാവിന് വെച്ച് വാക്ക് കേട്ടിട്ട് ഉത്തരം കൊടുത്തവരാണ് അവരെല്ലാവരും ഓടി വരും ബിലാലിന്റെ പുറകെ. ബിലാലിന്റെ പുറകിൽ വരുമ്പോ ബിലാലിന്റെ ഇടത്തും വലത്തുമായി മധ്യഭാഗത്തായിട്ടുണ്ടാകും സയ്യിദുനാ ഹസനുൽ ഹുസൈൻ. എന്റെ പേരക്കിനാങ്ങളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഈ സമുദായത്തിന്റെ യുവാക്കൾ മുഴുവനും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പുറകിലുണ്ടാവും. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, എന്റെ വലതുഭാഗത്തുണ്ടാകും അബൂബക്കർ സിദ്ദീഖ്, എന്റെ വലതുഭാഗത്തുണ്ടാകും സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഞാനിത് പറയുന്നതെന്തിനാണോ? ഈ കപ്പലമരത്തിന്റെ ഓടകൊണ്ട് ചാരി വെച്ച ഉള്ളതെല്ലാം പരസ്പരത്തിന്റെ ദീനന് വേണ്ടി കൊടുത്ത സഹാബത്തിന്റെ മുമ്പ് കയ്യിൽ കാലും കൊത്തിച്ച് കൊടുത്തിട്ട് രണാന്തരത്തിലെ ദീനന് വേണ്ടി അള്ളാന്റെ റസൂലിന് വേണ്ടി ത്യാഗം സഹിച്ച പ്രിയപ്പെട്ട സഹാബത്തിന്റെ മുമ്പ് പരലോകത്തിന്റെ ബുറാഖിന്റെ മുമ്പിൽ ഫാത്തിമ, എന്റെ പുറകിലെ ബിലാൽ, അതിന്റെ നടുവിൽ ഹസൻ ഹുസൈൻ, ഇടത്തും ഇടത്തും അബൂബക്കറും ഉമറും റളിയല്ലാഹു തആല അൻഹും. ഇത് പറയുമ്പോ സഹാബത്ത് മുഴുവനെ കേട്ടിട്ട് പൊട്ടിക്കരയുകയാണ്. ആ സമയത്താണ് ഒരു സഹാബി പറയുന്നത്, നിർത്തല്ല നബിയേ, നിർത്തല്ല യാ റസൂലല്ലാഹ്, നിർത്തല്ല നബിയേ, നിർത്തല്ല നബിയേ. നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല, ചിലരെങ്ങനെ ചിന്തിക്കാറുണ്ടാകും. എന്തൊരു ചൂടാ, വളർന്ന് പെട്ടെന്ന് ഇയാളൊന്ന് നിർത്തിയില്ലെന്നെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ സഹാബി പറയുന്നില്ല നബിയേ, നിർത്തല്ല നബിയേ, നിർത്തല്ല നബിയേ, നിർത്തല്ല നബിയേ. എന്നാ സഹാബേ ആ സമയത്ത് പരലോകത്തുനിന്ന് രക്ഷപ്പെടാൻ ഒരെന്തെങ്കിലും ഒരു ഉപായം പറഞ്ഞതാ നബിയേ. എന്നെ
ചെറുപ്പക്കാരെ ചിന്തിക്കുന്നില്ല. വാർത്ത കേട്ടുകൊണ്ട് സദസ്സിൽ നിൽക്കുമ്പോ ആ സമയത്തുള്ള ചിന്ത എന്താ? യാ റസൂലല്ലാഹ് വയാ ഹബീബല്ലാഹ്, ആ സമയത്തിനൊക്കെ രക്ഷപ്പെടാ, ഞങ്ങൾക്കൊരു രക്ഷപ്പെടാൻ ഈ വാത് കേട്ടിട്ട് തിരിച്ചിറങ്ങുമ്പോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞതായ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. സാബി പറഞ്ഞു, ജീവിതത്തിന് നിത്യമായി യാതൊരു ജലാലി വല്ലിക്കോ അമിത്തിനാല ദീനിൽ ഇസ്ലാം. ഈ ദിക്ർ ഇവിടെ നിന്ന് പഠിച്ചിട്ടേ പോകാമോ? യാദൽ ജലാലി വല്ലിക്കോ അമിത്തിനാല ദീനിൽ ഇസ്ലാം. യാദൽ ജലാലി വല്ലിക്കോ അമിത്തിനാല ദീനിൽ ഇസ്ലാം. ഈ ദിക്ർ പരലോകത്തിനൊക്കെ ഉപകാരപ്പെടുമെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടത്ത് പരലോകത്തിലല്ല ഹൗദുൽ കൗസറിന് കോരി കൊടുക്കാൻ 1000 സ്വർണ്ണക്കനാവുകള് സ്വർണ്ണക്കോപ്പയിൽ നിന്ന് ഹൗദുൽ കൗസർ കോരി കൊടുക്കാൻ അല്ലാഹുവിന്റെ റസൂല് വെറുതെ പറയുമ്പോ നബിയെ എന്റെ കയ്യിലൊന്നുമില്ല, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിട്ടേ വെറുതെ നിർത്താവോ എന്ന് പറഞ്ഞു. സയ്യിദുനാ സഹാബത്തുൽ കാത്തിരിക്കുക മാത്രമല്ല, പരലോകത്തിന്റെ കാത്തിരിപ്പിന്റെ അടയാളങ്ങൾ വാങ്ങിച്ച് ഈ ലോകത്ത് നിന്ന് സന്തോഷത്തോടെ വിട പറഞ്ഞു പോകാൻ കഴിഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറെ കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു വലിയ സദസ്സിൽ നാം ഇവിടെ ഒരുമിച്ച് പോകുന്നു. ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വളരെ പ്രധാനപ്പെട്ട പ്രവാചക ജീവിതത്തിന്റെ ഒരു സംഭവം പറയുന്നതിന് മുമ്പ് എന്നെ കേൾക്കാനെത്തിയ സഹോദരങ്ങളോട് സഹോദരിമാരോട് ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് കഴിഞ്ഞിറങ്ങുമ്പോ ഈ വരുന്ന ഏപ്രിൽ 20-21 തീയതികള് എന്റെ ഖുർആൻ വാർഷിക പ്രഭാഷണം ആലുവയിൽ വെച്ച് നടക്കുന്നുണ്ട്. ഈസാ നബിയുടെ 2ാം വരവാണ് വിഷയം. ലോകാവസാനത്തിന്റെ 6-7 പാഠം. ഈസാ നബിയുടെ 2ാം വരവും ഇമാം മഹ്ദിയും. ഈസാ നബി ആകാശത്തുണ്ടോ? ഭൂമിയിൽ വരുമോ? എങ്ങനെയാണ് വരിക? ഈസാ നബി എങ്ങനെയാണ് മരിച്ചത്? എങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റത്? ഇമാം മഹ്ദി വരുമോ? ആ മഹ്ദി ബൈഅത്ത് ചെയ്യുമോ? സൗദി അറേബ്യയുടെ സാഹചര്യം അതിനെ അനുവദിക്കുമോ? ഈ വിഷയവുമായി ഏപ്രിൽ ഈ മാസം 20-21 ആലുവയിൽ 10 ഏക്കർ നിസാരമായ മൈതാനത്ത് 2 ലക്ഷത്തിലധികം ആളുകളെയാണ് പ്രതീക്ഷിക്കുക. കേരളത്തിലെ അങ്ങോളം സാധാരണ ആഫുദീങ്ങളും പണ്ഡിതന്മാരും പങ്കെടുക്കുന്ന സദസ്സാണ്. ഇൻഷാ അല്ലാഹ് എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും എത്തുക. ഏപ്രിൽ 21 തീയതി ശനി ഞായറാണ്. ഞായറാഴ്ച അവസാനിച്ചാണ് ഇൻഷാ അല്ലാഹ് 1 ലക്ഷം യാസീനോദി ദുആയുണ്ട്. നമ്മുടെ ആയുസ് എത്ര വർഷം ഇരുന്നാലാണ് 1 ലക്ഷം യാസീനോടാവാൻ കഴിയുക? ഹാഫിളീകള് സാദാത്തുകളും മുഴുവനാളുകള് ലക്ഷങ്ങൾ 21 തീയതി തൗഫീഖില്ല. അല്ലാ തൗഫീഖ് ചെയ്താൽ 1 ലക്ഷം യാസീനോദി ദുആ ചെയ്യുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാര് ഈ സദസ്സിനെ വെച്ച് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഇൽമിന്റെ സദസ്സ് നാളെ കഴിയുമ്പോൾ ഖുർആന്റെ ആയത്തുകൾ ഇവിടെ വചനമധുരമായി ഖുർആൻ വിരുന്ന് നടക്കുന്ന സദസ്സാണ്. ഈ സദസ്സിലേക്ക് എന്റെ എല്ലാ സദസ്സിലും പറയുന്നത് പോലെ മിനിങ്ങാണ്. നിങ്ങൾക്കറിയോ, ഇന്നലെ ഞാൻ രാവിലെ പെരിന്തൽമണ്ണയിൽ പ്രഭാഷണം കഴിഞ്ഞ് വീട്ടിലെത്തി. മിനിങ്ങാന്ന് വൈകുന്നേരം പെരിന്തൽമണ്ണയില പ്രഭാഷണം നടക്കുമ്പോൾ ചെറുപ്പക്കാരെന്ന് പറയാൻ കഴിയില്ല. 48 വയസ്സ് കഴിഞ്ഞു. അയാൾ എന്റെ അടുക്കൽ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഏതാണ്ട് 3 മാസം മുമ്പ് എന്നെ കാണാൻ വേണ്ടി ഞാൻ പെരിന്തൽമണ്ണയിൽ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിൽ വന്നതാ. എന്റെ അടുക്കൽ വന്നിട്ട് ഉസ്താദേ, കല്യാണം കഴിഞ്ഞിട്ട് 20 വർഷമായി കുട്ടികളില്ല, ഭാര്യ വിവാഹബന്ധം ഏർപ്പെടുത്തണമെന്ന് നിർബന്ധിക്കുകയാണ്. എനിക്ക് വാപ്പയില്ല, എനിക്ക് മക്കളില്ല, എനിക്ക് സഹോദരങ്ങളില്ല, ആകെയുള്ളത് എന്റെ ഭാര്യയാണ്. കുട്ടികളില്ലാത്തത് കൊണ്ട് അവളും മടുത്തു. ഉസ്താദേ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ആ സദസ്സിൽ ഖുർആന്റെ ആയത്തുകൾക്ക് തുല്യമായി 6666 വസനക്ക് ചെയ്തു. മിനിങ്ങാൻ എന്നെ കാണാമെന്നപ്പോ പറഞ്ഞ വാർത്ത, ഉസ്താദേ ഇന്ന് പോയി ടെസ്റ്റ് ചെയ്തു, ടെസ്റ്റ് അനുകൂലമാണ്. അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. അള്ളാഹു 20 വർഷങ്ങൾക്ക് ശേഷം വൈദ്യശാസ്ത്രം തള്ളിയതാണ്.
കബീർ മൂല്യാർ അന്നും ഒരാൾ തന്നെ അയത്ത് മാലിക്കരൻ എന്ന അതേ മൂല്യാർ തന്നെ എപ്പോഴും ഒട്ടും വളർന്നിട്ടുമില്ല ഒട്ടും ചെറുതായിട്ടുമില്ല. പക്ഷേ കബീർ മൂല്യാരെ സദസ്സ് വല്ലാത്ത സദസ്സ്, ഞാൻ ഒഴിച്ച് വല്ലാത്ത സദസ്സ്. മിനിങ്ങാന്ന് ചെറുകരയില് 140 വീട് ആ മഹലിലുള്ളൂ. പക്ഷെ കേൾക്കാൻ വന്ന ജനം 1.25 ലക്ഷമാണ്. 1.25 ലക്ഷം. ബക്കറ്റൂര് മാത്രം 11 ലക്ഷം രൂപ. അപ്പൊ എന്തായിരിക്കും ആ സദസ്സ്? ഓരോ ദിവസവും ഈ സദസ്സ് ആമീൻ പറയുന്നു. മലബാർ നമുക്കറിയാം നമ്മുടെ തെക്ക് ഭാഗം പോലെയല്ല, ധാരാളം സാദാത്തുകളും ആരിഫ്യങ്ങളും ഔലിയാക്കളും ഉള്ളതാണ്. 20 വർഷങ്ങൾക്ക് ശേഷം മിനിങ്ങാന്ന് റിസൾട്ട് വരുമ്പോ ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അള്ളാഹുക്കൊരു സാലിഹായി കുട്ടിയെ കൊടുക്കട്ടെ. എന്നെ അയാൾ കരഞ്ഞു. അയാൾ ഷാർജയിലാ ജോലി. ഞാൻ ഷാർജ പോകുമ്പോൾ എന്നെ കരഞ്ഞു, ഉസ്താദെ ഭാര്യ കുട്ടിയില്ല, മക്കളില്ല, ബാപ്പയില്ല, ഞാൻ ഒറ്റ ആകെയുള്ള ഭാര്യ കുട്ടികളില്ലാത്തുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻഷാ അല്ലാഹ് ഞാൻ പകല് നിർത്തിയിട്ടില്ല. ആരും എഴുന്നേക്കരുത്. ഈ സദസ്സിൽ വെച്ച് 21-ാം തീയതി ഈ മാസം 20 എല്ലാവരും വരണം ഇൻഷാ അല്ലാഹ്. 1 ലക്ഷം യാസീൻ ഓതി ആലുവയിൽ വെച്ച ഖുർആൻ വാർഷിക പ്രഭാഷണം, 2 വാർഷിക പ്രഭാഷണം, ഒന്ന് മദ്ഹൂർ റസൂൽ പ്രഭാഷണം, അത് പെരിന്തൽമണ്ണ കഴിഞ്ഞു. ഖുർആൻ വാർഷിക പ്രഭാഷണം എറണാകുളം ജില്ലയില്. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം പീരങ്കി മൈതാനത്തായിരിക്കും ഇൻഷാ അല്ലാഹ്. മാറി മാറി ഓരോ ജില്ല. അപ്പോ നമുക്കിവിടെ കൂടാം. ആ സദസ്സിൽ ഇൻഷാ അല്ലാഹ് ഞാനിപ്പോ എല്ലാ സദസ്സിലും ഇന്നലെയൊക്കെ മിനിങ്ങാന്നൊക്കെ ഏതാണ്ട് 110-ലധികം ആളുകളാണ് 6666 സദസ്സിൽ പറഞ്ഞത്. ഈ സദസ്സിൽ വെച്ച് ഈ സദസ്സിന്റെ ചെലവ് അത് നിസ്സാര സദസ്സല്ല. നാളെ കഴിഞ്ഞ് കണ്ണ് കാണാൻ, നാളെ കഴിഞ്ഞല്ലേ, മറ്റന്നാളല്ലേ, നാളെ കേൾക്കണം, നിങ്ങൾ കേൾക്കണം. ഞാൻ മിനിങ്ങാന്ന് നിലമ്പൂരാ പ്രസംഗം. അതിന്റെ തലേ ദിവസം ഇദ്ദേഹത്തിന്റെ കിറാത്ത നിലമ്പൂര്. ആ കിറാത്ത് കേട്ടിട്ട് പെണ്ണുങ്ങളൊക്കെ പൊട്ടിക്കരഞ്ഞ് താഴെ വീണു. ഒരു 1 ലക്ഷം ആളുകൾ. വ്യത്യാസം ഞാനവിടെ വന്നു പോയി. അവരെന്നോട് പറയും, ആ മുഹമ്മദ് അനീസ് കർണാടക, അയാളുടെ കിറാത്ത് കേട്ടിട്ട് പെണ്ണുങ്ങളൊക്കെ അവിടെ കിടന്ന് കരഞ്ഞുപോയി. അത്രയ്ക്ക് വശ്യസുന്ദരമായി. 2 കണ്ണും കാണില്ല, കാലുകൊണ്ട് നന്നായിട്ട് നടക്കാൻ കഴിയില്ല, കാലിന് വൈകല്യമുണ്ട്, കേൾവിയില്ല. പക്ഷെ ആ മനുഷ്യൻ ലോകത്തിലെ കാര്യങ്ങളെപ്പോലെ സുന്ദരമായിട്ട് ഓതുന്നത് കേട്ട പൊന്നുമോനെ നമ്മൾ ആരും കൊതിച്ചു പോകും. ആ സദസ് ഈ KMYF പ്രവർത്തകര് നിങ്ങൾക്ക് വേണ്ടി ഖുർആൻ ഇറങ്ങുകയാണ്. ആ സദസ്സിന് വേണ്ടി ഇൻഷാ അല്ലാഹ് 21-ാം തീയതി 1 ലക്ഷം യാസീനോദി ദുആ ചെയ്യുമ്പോൾ ഏതാഗ്രഹമാണോ മനസ്സിൽ വെച്ച് 6666 രൂപ ഈ സദസ്സിലേക്ക് ഇപ്പൊ വാഗ്ദാനം ചെയ്ത് പിന്നീട് അവരുടെ കയ്യിൽ കൊടുത്താൽ മതി. ഈ സദസ്സിൽ ഇൻഷാ അല്ലാഹ് കഴിയുന്ന സഹോദരൻ 6666 തക്കബ്ബൽ അല്ലാഹു സ്വീകരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഉമേനല്ലൂരാണ്. അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു മക്കളെ ഹാഫിളീങ്ങളാക്കി കൊടുക്കട്ടെ, പെൺമക്കളെ അല്ലാഹു ഹാഫിളാത്തുകളാക്കി കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഭാര്യയ്ക്കും ആരോഗ്യത്തിന് ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. പിരിക്കല ബാക്കി കാര്യം പറയാം. രണ്ടാമത്തെ ആളാണ്. രണ്ടാമത്തെ 6600 ഖുർആനിൽ 6666 ആയത്തുകളുണ്ട്. ഇൻഷാ അല്ലാഹ് 30,000-ലധികം ആളുകൾ കേരളത്തിൽ ഈ സദഖയിൽ പങ്കെടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഏതാഗ്രഹമാണോ മനസ്സിൽ വെച്ച് 6666 കഴിയുന്ന ആളുകളൊന്ന് കൈവയ്ക്കാൻ മതി. ഒന്ന് കൈവയ്ക്കുക. ഈ സദസ്സിൽ അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാ സദസ്സിലും അതിന്റെ പ്രത്യേകത, ഈ സദസ്സിൽ ഇൻഷാ അല്ലാഹ് നാളെ നിങ്ങൾ ഈ വീട്ടിൽ കിടന്നുറങ്ങുകയാണെങ്കിലും ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങൾക്ക് വേണ്ടി ആമീൻ പറയും. ഇപ്പൊ വാഗ്ദാനം ചെയ്താൽ പിന്നീടുള്ള സംഘാടകർക്ക് കൊടുത്താൽ മതി. അല്ലാഹു സ്വീകരിക്കട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാത്ത് ചൊല്ലിയ ഈ സദസ്സിൽ അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ആ സദഖ ചെയ്ത സഹോദരൻ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹുവേ. 6666 ആയത്തുകളുടെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ അദ്ദേഹത്തിന്റെ പെൺമക്കൾ നീ അവരെ ഹാഫിളാത്തുകളാക്കണേ അല്ലാഹ്. നാളെ സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്യുന്ന ഉപ്പയെ ഉമ്മയെ കെട്ടിപ്പിടിച്ച് സ്വർഗത്തിലേക്ക് പോകുന്ന ഹാഫിളീങ്ങളാക്കണേ അല്ലാഹ്. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ മരണം വരെ കീഴ് മുറിക്കപ്പെടുന്ന രോഗത്തിൽ നിന്ന് കാക്കണേ റബ്ബേ. അദ്ദേഹത്തിന്റെ കച്ചവടത്തിന് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ അവസാനം വരെ ഭാര്യയോടത്ത് മക്കളോടത്ത് സുന്ദരമായ ജീവിതം കൊടുത്ത് അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവസാനം നാളെ ആഖിറത്തിൽ വിസാരണ കിട്ടുന്ന സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന കുടുംബമാക്കി അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. സയ്യിദുനാ മുഹമ്മദ് നേരെ 6666
പെട്ടെന്ന് ഒന്ന് സംഘാടകരുണ്ടാവും, പരസ്യമായിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നു, രഹസ്യമായിട്ട് പറഞ്ഞാലും മതി. ഈ സദസ്സിൽ അൽഹംദുലില്ലാ ധാരാളം ആളുകൾ ഏതാഗ്രഹമാണ് അത് മനസ്സിലൊന്ന് മുറാദ് വെച്ച് എത്രയെത്ര ഡോക്ടർമാര് തള്ളിയതുപോലും, ക്യാൻസർ രോഗങ്ങൾ പോലും ഈ സദസ്സിന്റെ ബറക്കത്തുകൊണ്ട്, ഈ സദക്കയുടെ ബറക്കത്തുകൊണ്ട് ശിഫയാക്കിയിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. രണ്ടാമതൊരാൾ പടച്ചതമ്പുരാനെ, അള്ളാഹു നല്ല സാമ്പത്തിക സൗഭാഗ്യം തന്ന ഒരു നാടാണിത്. അതും ഖുർആന്റെ സദസ്സാണ്. നൂറുൻ അലാ നൂർ, വെളിച്ചത്തിന്റെ മേൽ വെളിച്ചമാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സംഘാടകര് ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിൽ വരും. എല്ലാവരും കാര്യമായി ബക്കറ്റിൽ ഒന്ന് സദക്ക നൽകണം. ഞാൻ പറയും 6666. ഞാൻ ഏത് സദസ്സിൽ പറഞ്ഞാലും അൽഹംദുലില്ലാ ഇതേവരെ എത്രയോ ആളുകൾ വീട്ടിലും പള്ളിയിലും ഒക്കെ കൊണ്ടുവന്നു ഹിഫ്ളുള്ളതിന് വേണ്ടി. കാരണം അവർക്കറിയാം അതുകൊണ്ട് ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഭേദമാകാത്തവരും അതുകൊണ്ട് ഭേദമാക്കിയിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഞാൻ രണ്ടാമത്തെ ഒരാൾ സദസ്സിൽ നിന്ന് ഒരു മുസലാത്തിൽ ഉറക്കെ സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد والآل أهل البيت سلم. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദക്ക നൽകിയ എല്ലാ ആളുകളോടും ഞാൻ വാഗ്ദാനം ചെയ്യാറുണ്ട്, ഇൻഷാ അല്ലാഹ് എല്ലാ സദസ്സിലും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന്. ഈ വിനീതന്റെ സദസ്സിൽ ഇതേവരെ 30,000-ലധികം ആളുകൾ ഈ 6666 സദക്ക നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ എല്ലാവരെയും ഹലാലായ മുറകൾ അവർ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അല്ലാഹുവേ നീ ഹാസിലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഹാസിലാക്കണേ തമ്പുരാനെ. രോഗം മാറാൻ തന്നവരുണ്ട്, കടബാധ്യതകൾ മാറാൻ തന്നവരുണ്ട്, പ്രയാസങ്ങളും കുടുംബ ബുദ്ധിമുട്ടുകൾ മാറാൻ തന്നവരുണ്ട്, അള്ളാഹുവേ ബിസിനസ്സിൽ അഭിവൃദ്ധിക്ക് വേണ്ടി തന്നവരുണ്ട്. അവരുടെ എല്ലാവരെയും മനസ്സിലെ മുറാദുകൾ നീ ഹാസിലാക്കി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത് സദസ്സിൽ 6666 ഇപ്പൊ വാഗ്ദാനം ചെയ്താൽ പിന്നീട് കൊടുത്താൽ മതി. അൽഹംദുലില്ലാ തഖബ്ബൽ, അല്ലാഹു സ്വീകരിക്കട്ടെ. കൂലു തക്ബീർ. ഒരു ചെറുപ്പക്കാരനാണ് അല്ലാഹുവേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. ആകാശത്ത് നിന്ന് മരക്കുല വർഷിക്കുന്നത് പോലെ ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ അല്ലാഹുവേ 1,00,000 യാസീനോടി നിന്റെ വിശുദ്ധമായ ഖുർആന്റെ കൽബ് അല്ലാഹുവേ ആകാശത്തിലേക്ക് ഉയരുമ്പോ മനസ്സിലേത് മുറാദ് വെച്ചിട്ടാണോ നീ സബലീകരിക്കണേ അല്ലാഹുവേ. ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ രോഗമുണ്ടെങ്കിൽ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹുവേ. കുടുംബത്തിലെല്ലാവരുടെ ഐശ്വര്യവും ബറക്കത്തുള്ളതാണ് നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. എല്ലാവിധ നന്മകളും നീ പ്രവഹിപ്പിക്കണേ അല്ലാഹുവേ. എല്ലാവിധ ഖൈറാത്തുകളും നീ ചൊരിഞ്ഞു നൽകണേ തമ്പുരാനെ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒന്നാമത്തെ ആൾ പെട്ടെന്ന് കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട ഇക്കാര്യത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകിയതിൽ നിന്ന് കൊടുക്കാനാണ് അവന്റെ അടിമകളോട് പറഞ്ഞിട്ടുള്ളത്. അൻഫിഖൂ മിമ്മാ റസഖ്നാകും, ഞാൻ തന്നതിൽ നിന്ന് നിങ്ങൾ കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ആ രീതിയിൽ അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമതൊരാൾ തഖബ്ബൽ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഖുലൂ തക്ബീർ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു 12,000 ആളുകളുണ്ട്, ഒരു 3 സലാത്തുലി. അപ്പൊ എത്ര സലാത്തായി? ഉറക്കെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد والآل أهل البيت سلم. അർഹമറഹീമായ അല്ലാഹുവേ, പരമദയാലുവായ തമ്പുരാനേ, അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ ഈ സദസ്സിലെ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ആ സഹോദരൻ ഏതാഗ്രഹം മനസ്സിൽ വെച്ച് ഈ സദസ്സിൽ നിന്ന് പറഞ്ഞു, കരുണക്കടലേ കരുണാവാരിതിയേ തമ്പുരാനെ, നിനക്കതറിയാമല്ലാ, നീ അത് സബലീകരിക്കണേ റബ്ബേ. ഈ സദസ്സിന് വേണ്ടി ബക്കത്തിന് സദക്ക നൽകുന്നവർ ഒരാൾ പോലും ഒഴിവാകരുത്. അല്ലാഹുവേ അവരുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. ഈ കൈകൾ മറ്റൊരാളുടെ മുമ്പിൽ നീട്ടാൻ നീ ഇടവരുത്തല്ലേ തമ്പുരാനെ.
സയ്യിദന മുഹമ്മദ് വാലി സുബൈജുമൈൻ അള്ളാഹു കബൂലാക്കട്ടെ. നാലാമത്തെ ആ സ്ത്രീകളുടെ ഭാഗത്തോട്ടും കൂടെ പോയി. നാലാമത്തെ അൽഹംദുലില്ലാ തഖബ്ബലല്ലാഹ്. നമ്മുടെ ചന്ദനത്തോപ്പ് ടൗൺ ഇമാം നവാസ് മന്നാനി അള്ളാഹു നല്ല ലിസാനുൽ ഫസീഹ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കും. ആഗ്രഹമല്ലോ വേറൊരാഗ്രഹമില്ല. ദിൽ തടക്താ മജൽത്താ ഹെ മേരാ ജബ്ബി ആതാ ഹെ ഹജ്ജ് കാ മഹീന മേരി ആഖാ ഗരീബോं की वाली क्या करूं मेरे जोली है खाली. ദുൽഹജ്ജിന്റെ മാസം വരുമ്പോ മനസ്സിനൊരു പെടയല. എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ അള്ളാഹുവേ. കാരണം അന്നല്ലേ എല്ലാരും ഹറമിൽ പോവുക. ഹറമിൽ പോകാനുള്ള ആഗ്രഹത്തോടെ അദ്ദേഹം ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി 6666 തഖബ്ബലല്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവേ നീ അദ്ദേഹത്തെ ഹറമിലെത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറഞ്ഞ് കരുവാലയം തവാഫ് ചെയ്ത് അതിൽ അസ്വദ് മുത്തിമണത്ത് തിരിച്ചു വരാൻ റബ്ബേ തൗഫീഖ് നൽകണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ മക്കളെ 6666 കാണാതെ പഠിച്ച ഹാഫിളുകളായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. ജീവിതത്തിന് ഐശ്വര്യം നൽകണേ തമ്പുരാനെ. ആ നാവിന് നീ ഈ ഉമ്മത്തിന് ഗുണകരമായതാക്കി കൊടുക്കണേ അല്ലാഹ്. എല്ലാവിധ ഖൈറാത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. സയ്യിദന മുഹമ്മദ് വാലി സുബൈജുമൈൻ. അഞ്ചാമത്തെ ആൾ ഒരു 7 പേര്, ഒരു 3 പേരും കൂടെ പറയണം ഇൻഷാ അല്ലാഹ്. അർശിന്റെ തണല് കിട്ടുന്ന 3 വിഭാഗം ആളുകൾ. ഇത് നേരത്തെ പറഞ്ഞാളുടെ ആണോ അതോ ഈ പേപ്പർ തന്നെ ഇപ്പൊ തന്നത്? നേരത്തെ പറഞ്ഞ സഹോദരന്റെ ആണോ ഇപ്പൊ തന്ന? അഞ്ചാമത് അൽഹംദുലില്ലാ. മക്കളുടെ എല്ലാ അസുഖങ്ങളും മാറിക്കിട്ടാനും വീട്ടിൽ ഐശ്വര്യം ലഭിക്കാനും മാതാപിതാക്കൾക്കും മക്കൾക്കും കുടുംബത്തിനും എല്ലാ രോഗങ്ങളും മാറിക്കിട്ടാനും മുഹമ്മദ് ഹാഷിം സാഹിബ് കേരളപുരം 6620 തഖബ്ബലല്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് ദുആയിൽ പങ്കെടുത്തിട്ട് പോകിൻ. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവേ നീ അദ്ദേഹത്തിന്റെ മക്കളുടെ എല്ലാ അസുഖങ്ങളും ശിഫയാക്കണേ അല്ലാഹ്. വീട്ടിൽ ഐശ്വര്യം നൽകണേ അല്ലാഹ്. മാതാപിതാക്കൾക്കും മക്കൾക്കും കുടുംബത്തിനും എല്ലാവിധ അനുഗ്രഹം നൽകണേ അല്ലാഹ്. പടച്ചവനെ എല്ലാവിധ ഖൈറാത്ത് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. സയ്യിദന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇനി 6ാമത് 2 പേരും പെട്ടെന്ന് സലീം സാഹിബ് തഖബ്ബലല്ലാഹ്. ഡ്രൈവറാണല്ലേ KSRTC. എന്റെ ജ്യേഷ്ഠന്റെ പേര് സലീം എന്നാണ്. അള്ളാഹു 2 പേരെ സഹോദരങ്ങളാക്കി തരട്ടെ. അള്ളാഹുവേ സലീം സാഹിബിന്റെ സദഖ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ അദ്ദേഹത്തിന്റെ ഗതാഗതത്തിൽ നീ എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. റബ്ബേ എല്ലാവിധ ഖൈറാത്തുകളും നൽകി ജീവിതത്തിൽ പുരോഗതി നൽകണേ അല്ലാഹ്. നന്മ നൽകണേ തമ്പുരാനെ. ഖൈർ നൽകണേ തമ്പുരാനെ. മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഉപ്പാക്കും ഉമ്മാക്കും കൺകോർമേകുന്ന മക്കളാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ അല്ലാഹുവേ എല്ലാവിധ പ്രയാസങ്ങളും ദൂരീകരിച്ച് അല്ലാഹുവേ ജീവിതത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. സയ്യിദന മുഹമ്മദ് വാലി സുബൈജുമൈൻ. ഏഴാമത് ഒരു സഹോദര സാലിഹീങ്ങളായ മക്കളുണ്ടാവാൻ വേണ്ടി 6666 തഖബ്ബലല്ലാഹ്. ഒരു മൂസലാത്തിൽ ഈ സഹോദരങ്ങളൊക്കെ ഈ സലാത്താണ് ഇതിന്റെ പ്രത്യേകത. 30,000-ലധികം ആളുകൾ കേരളത്തിൽ ഈ സദഖ കേരളത്തിനകത്തും പുറത്തു. അൽഹംദുലില്ലാ. എല്ലാം മാറാൻ ഇത് മാന്ത്രിക വിദ്യയല്ല. പക്ഷേ ഒരു 80%-ലധികം ആളുകൾ ഇന്നും നിങ്ങൾക്ക് വെള്ളിയാഴ്ച പള്ളിയിൽ വന്നറിയാം. മലപ്പുറത്തുനിന്ന് കാസർഗോഡുനിന്ന് 6666 പിടിച്ച് ഞാൻ എന്റെ ഹിഫ്ള് കോളേജിൽ വരും. അവിടെ സ്ഥാപനത്തിനുള്ളത്. ഇന്ന് ഞാൻ പോകാഞ്ഞിട്ട് 4 പേരാണ് പെരിന്തൽമണ്ണ കോഴിക്കോട് നിന്ന് വന്നവരെ പൈസയായിട്ട് വീട്ടിൽ വന്നത്. കാരണം അതിന്റെ ബലം അവരുടെ കൺമുമ്പിൽ കണ്ടനുഭവിച്ചത്. അള്ളാഹു നൽകട്ടെ. RCCയിൽ കരളിന് മുഴുവൻ ക്യാൻസർ പിടിച്ചിട്ട് ഇനി ജീവിക്കൂല എന്ന് പറഞ്ഞ ആളുകൾ അള്ളാഹു ഏതിനൊരു കാരണമുണ്ട്. കബീർ മുസ്ലിയാർ വലുതായിട്ടല്ല. അങ്ങനെ കരുതണ്ടാകും. ഞാൻ അങ്ങനെ പറയൂല.
അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. പക്ഷേ സഹോദരങ്ങൾ, ഇതൊരു ഏറ്റവും വലിയ ഖൈറാണ്. അള്ളാഹുവേ നീ സ്വീകരിക്കണേ. അള്ളാഹ് ഒന്നാം പറയും, അള്ളാഹുവേ തനിക്കൊരു അനന്തരാവകാശിയെ കുതിച്ച് ഈ സദക്ക് നൽകിയ ആ സഹോദരന് അള്ളാഹുവേ 120ാമത്തെ വയസ്സിൽ സക്കരിയാ നബിക്ക് മക്കളെ കൊടുത്ത റബ്ബേ, ആ സഹോദരന് ഒരു സാലിഹായ ഹാഫിളായ സന്താനത്തെ നൽകണേ അല്ലാഹുവേ. ഈ സന്താനത്തിലൂടെ നീ എല്ലാവിധ ഖൈറാത്ത് നൽകണേ തമ്പുരാനെ. അപകടത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, കണ്ണ് നിറയിൽ നിന്ന് ആ കുടുംബത്തെ നീ കാവലാക്കണേ അല്ലാഹ്. സയ്യിദുനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത് രണ്ടും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ ആറാഴ്ച 126 പറയും സദസ്സിൽ അൽഹംദുലില്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിന്റെ പ്രതിഫലം നൽകട്ടെ. ഏറെ സമ്പാദിച്ചു വെച്ചിട്ടൊന്നുമല്ല, ഈ മുഅ്മിനീങ്ങളുടെ മുത്തഖീങ്ങളുടെ ദുആയ്ക്ക് വേണ്ടി നൽകിയ സഹോദരങ്ങൾ അള്ളാഹു ഹലാലായ മുറാദുകൾ ഹാസിലാക്കട്ടെ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ അബ്ദുർ റഹീം സാഹിബ്, ദുആ ചെയ്യാൻ ബിലാൽ ഉമേനല്ലൂർ, ഹിഫ്ള് പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ സ്ഥലം നമുക്ക് നൽകിയ ഹാഷിർ സാഹിബ് അല്ലെ, ഹാഷിർ സാഹിബിന്റെ പറയാൻ പോവുക, അദ്ദേഹത്തിന്റെ പേര് ഹാഷിർ എന്നല്ലേ, മകന്റെ പേര് എന്താ സാഹിബ്, ഹാഷിർ സാഹിബിന്റെ ഉപ്പ മരണപ്പെട്ടു പോയി, പറയാനല്ലോ പറഞ്ഞു. അള്ളാഹു അത്തരം മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഈ സ്ഥലത്ത് ചൊല്ലിയ സ്വലാത്ത്, ആയത്ത്, അതൊരു ഭാഗ്യമാണ്. ഇനി നാളെ ഇവിടെ ഓതാൻ പോകുന്ന ഖുർആൻ അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടത്തിൽ ഇസാല് തവാബായി നൽകട്ടെ. ഈ ഭൂമിയിൽ നടന്ന എല്ലാ സൽപ്രവർത്തനങ്ങളും അള്ളാഹുവേ അദ്ദേഹത്തിന്റെ ഖബറിൽ നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഖബറിൽ നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഖബറിൽ നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഖബർ കാണാമറയത്തോളം നീ വിശാലമാക്കണേ അല്ലാഹുവേ. അല്ലാഹുവേ എല്ലാവിധ റഹ്മത്തും നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഹാഷിർ സാഹിബിന്റെ കുടുംബത്തിലും ബിസിനസ്സിലും ഐശ്വര്യത്തിലും നീ എല്ലാവിധ ഖൈറും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. ഹഖ് സയ്യിദുനാ മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹ്, ഈ വരുന്ന മെയ് 6-ാം തീയതി ഞാൻ ഈജിപ്ത്, ഫലസ്തീൻ, ഇസ്രയേൽ, ജോർദാൻ 4 രാജ്യങ്ങളിലേക്ക് ഒരു യാത്ര പോകുന്നുണ്ട് എന്റെ നേതൃത്വത്തിൽ. ഇപ്പൊ ഈ പറഞ്ഞ ദാവൂദ് നബിയുടെ ഖബർ, സുലൈമാൻ നബിയുടെ ബൈത്തുൽ മുഖദ്ദസ്, ലൂത്ത് നബിയുടെ സമൂഹത്തെ കൊന്ന ചാവുകടല്, ഇസ്ലാമിക ചരിത്ര പഠന ഖുർആനിൽ പറഞ്ഞ എല്ലാ ചരിത്ര സ്ഥലവും മെയ് 6-ാം തീയതി പോയി 16-ാം തീയതി ഇൻഷാ അല്ലാഹ് തിരിച്ചെത്തും. 87,000 രൂപയാണ് ഒരാളുടെ ചാർജ്. ഭാര്യയും ഭർത്താവുമായിട്ടോ ഫാമിലിയായിട്ടോ ഒറ്റയ്ക്കായിട്ടോ എങ്ങനെയും വരാം. താല്പര്യമുള്ളവര് ഇൻഷാ അല്ലാഹ് ബന്ധപ്പെടുക. താല്പര്യമുള്ളവർ നവാസ് മന്നാനിയോട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ മതി. അദ്ദേഹം വിളിച്ചെന്നോട് പറഞ്ഞു. അനിയൻ ആക്സിഡന്റ് പറ്റി കിടക്കുകയാണ്, ഹാഫിള് ആകണം, ദുആ ചെയ്യാൻ വേണ്ടി 6,666 രൂപ. ഹാഷിം, അള്ളാഹു ആനിച്ചന് രോഗം അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. അപകടത്തിൽ എന്തെങ്കിലും അവയവങ്ങൾക്ക് തകരാറുണ്ടെങ്കിൽ അള്ളാഹുവേ സദഖയുടെ ബറക്കത്ത് കൊണ്ട് നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാൻ. നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ഒരു ശാരീരിക വൈകല്യവും നൽകല്ലേ അള്ളാഹുവേ. പടച്ചവനെ എല്ലാവിധ ഖൈറാത്തും നീ ചൊരിഞ്ഞ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നേരെ പറയപ്പെട്ടെ ഇതുപോലുള്ള ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ അള്ളാഹു സബലീകരിക്കട്ടെ. പെട്ട സമയമേറെയായി. നാളെ എനിക്ക് കാസർഗോഡാണ് എത്തുന്നത്. ഒരറ്റത്തുനിന്ന് അങ്ങേറ്റത്തോട്ട് പോകണം. അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകട്ടെ. ഈ KMIF-ന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹു പൂർണ്ണമായി സ്വീകരിക്കട്ടെ. ഇതിനുവേണ്ടി അഹോരാത്രം പാടുപെടുന്ന ഇതിന്റെ ബഹുമാന്യരായ പ്രവർത്തകർ, പ്രിയപ്പെട്ട സുലൈമാൻ ദാരിമി, നവാസ് മന്നാനി, യൂസുഫ് അൽ ഹാദി, താഹ അബുറാരി, ഹുസൈൻ മന്നാനി, പിന്നെ ഇവിടെ എന്റെ പേരറിയുകയും അറിയാത്തയും ചെയ്യാത്ത എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അതോടൊപ്പം തന്നെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കടക്കൽ ജുനൈദ്, ഞങ്ങളെല്ലാം ഒരേ സഹപ്രവർത്തകരായിരുന്നു. പിന്നെ ഞാനൊന്ന് ഇത്തിരി തിരക്ക് കൂടിയപ്പോ തൽക്കാലം ഒന്ന് അതിൽ നിന്നൊക്കെ വിട്ടൊടിഞ്ഞെന്നെങ്കിലും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാനായിരുന്നു കൊല്ലം ജില്ലാ പ്രസിഡന്റ്. പക്ഷെ പെട്ടെന്ന് എനിക്ക് ഒരു സംഘടനാ ചുമതല ഏറ്റെടുത്താൽ ഓടിയെത്താൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടായപ്പോ തൽക്കാലം അത് എന്നേക്കാൾ വിരുദ്ധന്മാരായ കർമ്മനിരതരായ നവാസ് മന്നാനിയാണ് അല്ലെ. അള്ളാഹു ആരോഗ്യത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അമിതത്വമില്ല, അതിമിതത്വമില്ല. രണ്ടിന്റെയും ഇടയിലൂടെ കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ ലിതകൂനു ശുഹദാ അലന്നാസ്. ജനങ്ങൾക്ക് സാക്ഷിയാവാൻ, നാളെ പരലോകത്ത് സാക്ഷിയാകാൻ കർമ്മനിരതമായ പദ്ധതികളുമായി മുമ്പോട്ടു പോകുന്ന ഈ സംഘടന അള്ളാഹു എല്ലാവിധ റാഹത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഏപ്രിൽ 20, 21 തീയതികൾ നടക്കുന്ന ഖുർആൻ വാർഷിക പ്രഭാഷണം, ഈസാ നബിയുടെ 2ാം വരവും ഇമാം മഹ്ദിയും, ലോകാവസാനത്തിന്റെ ആദ്യത്തെ 3 ഭാഗം ഇവിടെയാണ് പറഞ്ഞത്. എല്ലാവരും എന്നോട് ചോദിക്കാണ്ട് ലോകാവസാനം എവിടെയാ പറഞ്ഞത്? ഇവിടെയാ പറഞ്ഞത്, കൊല്ലം ജില്ലയിലാണ്. 2ാം ഭാഗം ലോകാവസാനം പറയാൻ ബാക്കി വെച്ചല്ല, മറന്നുപോയതാണ്. പക്ഷെ അങ്ങനെ ആക്കിയതാണ്. ബാക്കി വെച്ചത് പെരിന്തൽമണ്ണയിൽ പറഞ്ഞു. ലോകാവസാനം അവസാനിക്കുന്നില്ല. ഇനി അതിന്റെ 6ഉം 7ഉം ഭാഗം 20, 21 തീയതികൾ ആലുവയിൽ, 21-ാം തീയതി 1,00,000 യാസീനോദി ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന സദസ്സ്, വാർഷിക പ്രഭാഷണം. ഇനി കിട്ടുന്ന ഒരു വലിയ വേദിയാണ്. എല്ലാ സഹോദരങ്ങളെയും ഞാൻ അവിടേക്ക് ക്ഷണിക്കുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവരും എത്തുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഇനിയും ഇതേപോലെ കാണാനും പറയാനും അള്ളാഹുവിന്റെ വിശുദ്ധനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തറിയാനും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ആദ്യം ഒരു മഴയുണ്ടായെങ്കിലും പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ നല്ല രീതിയിൽ ഈ പരിപാടി അവസാനിക്കുന്നത് വരെ നമ്മുടെ കാലാവസ്ഥ അനുകൂലമാക്കി തന്നത് ഈ പ്രവർത്തകരുടെ ഇഖ്ലാസാണ്. എനിക്ക് പങ്കെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ലെങ്കിലും എന്റെ വീട്ടിൽ വന്ന് നിർബന്ധപൂർവ്വം ക്ഷണിച്ചപ്പോ ഞാൻ ഏറെ എപ്പോഴും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഈ പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകരുമായി കൂടാൻ കിട്ടിയ ഒരു അവസരം, അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച ഒരു പ്രഭാഷണം അങ്ങനെ ആക്കാറില്ല. ആ ഒരു സ്നേഹത്തിന് നിങ്ങളെയൊക്കെ കാണാനും, അയത്തിൽ ഞാൻ ഇവിടെ ഇരിക്കുമ്പോ എല്ലാരെയൊക്കെ കാണാമെന്ന്, വല്ലപ്പോഴൊക്കെ ഒന്ന് കണ്ടു പുതുക്കി പോകണ്ടേ. അവിടെ നിന്ന് തിരിച്ചുവിട്ടാൽ ഇവിടെ തന്നെ വേണ്ട വന്നടിയെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇല്ല അങ്ങനെ തന്നെ മലബാർ ഇതൊക്കെ ഒരു കബൂലിൻ ഹസൻ